ഷലോം ഷലോം ഷലോം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മളെല്ലാവരെയും ആ ഒരു അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. സകല ലോകത്തിന്റെയും രാജാവും നമ്മുടെ ദൈവവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ദൈവനാമത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഈ മധ്യാഹ്നത്തിൽ കടന്നു വന്ന് നമുക്ക് ഇനി തുടർമാനമായി പഠിക്കേണ്ട 3 അക്ഷരങ്ങളാണെന്ന് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് വിവേകാനന്ദൻ പാസ്റ്റർ കടന്നു വന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഥാവേ, ഹാലലൂയ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ ഉത്തമമായ അങ്ങയുടെ വചനം, തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ള അങ്ങയുടെ വചനം, അങ്ങയുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ അങ്ങയുടെ വചനം, കഥാവേ, ഹാലലൂയ, അത് എഴുതിയ അതിന്റെ മൂലഭാഷയിൽ പഠിപ്പാൻ കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങളെ നീ സഹായിച്ചല്ലോ. നന്ദി പറയുന്ന കർത്താവെ, ഈ ആണ്ടിന്റെ അവസാനത്തിലും ഞങ്ങൾ അങ്ങയോട് ഒത്തിരി നന്ദിയുള്ളവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പഠിപ്പാൻ കൃപ തന്ന ദൈവം പിന്നെയും മുൻപോട്ടും ഞങ്ങളെ സഹായിക്കും. സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധികളെ തുറക്കണമേ. ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഇന്നും ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവെ. ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്ന അങ്ങയുടെ ആമേൻ വൃത്തിനായി സ്തോത്രം കർത്താവെ. ആമേൻ. അങ്ങയുടെ ദാസന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്ന് ഞങ്ങൾക്ക് നന്നായി എടുപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പെരുവരായി ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനങ്ങൾ പഠിച്ച് കർത്താവ് ഈ തലമുറകൾ ജ്യോതിസുകളെ പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രകാശിപ്പാൻ കർത്താവ് അനേകായിരങ്ങൾ യേശുവിന് വേണ്ടി നേടുവാൻ കർത്താവ് ഞങ്ങളെ നീ ബലമുള്ളവരാക്കി തീർക്കുന്നതിനായി സ്തോത്രം. തിരുകരങ്ങളിലേക്ക് ഇന്ന് പകലിലെ ക്ലാസ്സുകളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. അമേൻ അമേൻ അമേൻ. ഷലോം. നമുക്ക് തിരുവചനത്തിൽ നിന്നും ഒരു ഭാഗം വായിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. 17-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. ആമേൻ. ഷലോം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് പഠിക്കേണ്ട 3 അക്ഷരങ്ങളാണ് റേഷ്, ഷിൻ, തവ്. അപ്പോൾ നമുക്ക് ആദ്യമേ റേഷിലേക്ക് തന്നെ പോകാം. നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരും റേഷ്. റേഷ് നിങ്ങൾ നോക്കിയേ, വളരെ സ്മൂത്ത് ആയിട്ടാണ് അത് ഇങ്ങനെ അതിന്റെ തല, അതായത് നമ്മുടെ കണ്ടോ തലയുടെ ഈ ഭാഗം റേഷ് സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. നമ്മള് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുവാണ്. പരമാവധി നിങ്ങളുടെ മൈക്കുകളെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കണം എന്ന് താഴ്മയോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമ്മൾ റേഷ് ആണ് പഠിക്കുന്നത്. അപ്പം ഈ റേഷിന്റെ നമ്മൾ ആ കണ്ടം, ആ തലയുടെ ആ ഭാഗം വളരെ സ്മൂത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അത് എഴുതാനൊക്കെ എളുപ്പമാണ്. അപ്പം ഞാൻ നിങ്ങളത് സഹായിക്കാം എങ്ങനെ എഴുതണമെന്ന്. റേഷ് ഞാൻ തുടർമാനമായിട്ട് നമുക്ക് 3 അക്ഷരത്തിന്റെയും സ്ലൈഡ് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ലെക്ചർ നോട്ട്സിലേക്ക് വരാം. അപ്പൊ അതിനെ പോലെ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ സ്പേസ് ഇടുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ക്രിബിൾ ചെയ്ത് വെച്ചിട്ട് അവസാനം നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അപ്പൊ എനിക്ക് അതങ്ങ് ഫുള്ള് പറഞ്ഞു പോയിട്ട് അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് റേഷ് ആദ്യം പഠിച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ.
നമുക്ക് റേഷ്. അപ്പോ റേഷിന്റെ പടം കണ്ടല്ലോ. അപ്പോ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഹെഡ് ഓഫ് ദ ബോഡി. അപ്പോ ഒരു ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് തല. ഒരു ഉടലില്, ഒരു ദേഹത്ത്, ഒരു ശരീരത്ത് തലയില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മുടെ പൗലോസ് വളരെ മനോഹരമായിട്ട് ലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു നമ്മുടെ തലയാണ്. അതേപോലെ സഭയുടെ തലയാണ് ക്രിസ്തു. അപ്പോ തല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും. ആ റേഷിന്റെ ആ തലയുടെ മേളിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോ അത് മനസ്സിലായല്ലോ ഞാൻ ആരെയാണ് പ്രതിപാദിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഈ ബറഷീത്ത് എന്നുള്ള പദത്തില് രണ്ടാമത്തെ അക്ഷരമാണ് റേഷ് എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരം. അത് വളരെ നിങ്ങളത് ചിന്തിക്കണം. നമുക്ക് ആ ബറഷീത്ത് ഒന്ന് ഡീകോഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നമുക്കത് പഠിക്കാം. ബറഷീത്ത്. അപ്പോൾ അതിന്റെ ഗമറ്റേറിയ വാല്യൂ 200. ശബ്ദം റ. ചിത്രാക്ഷര അർത്ഥം തല, ഹെഡ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അർത്ഥവും ഹെഡ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഏർലി ഹീബ്രുവിലും അവരൊരു തലയുടെ പടമാണ് വരച്ചു വച്ചിരിക്കുന്നത്. മിഡിൽ ഹീബ്രു സ്റ്റൈലിലും ഒരു തല പോലെയാണ് വരച്ചു വച്ചിരിക്കുന്നത്. ലേറ്റ് ഹീബ്രു വന്നപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറി. മോഡേൺ ഹീബ്രു പോലെ വന്നപ്പോൾ വീണ്ടും അതിന്റെ സ്ട്രക്ചർ മാറി. അപ്പോൾ പിക്ടോഗ്രാഫിക് മീനിങ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഹെഡ് ഓഫ് എ മാൻ, ഒരു മനുഷ്യന്റെ തല എന്നാണ് മീനിങ്. ഹെഡ്, ലീഡർ, ഫസ്റ്റ്, ടോപ്പ്, ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞ കുറെ അർത്ഥങ്ങളുണ്ട്. അതായത് തല, ശിരസ്, നേതാവ്, ആദ്യമൻ അല്ലെങ്കിൽ പ്രഥമൻ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 200 തന്നെയാണ്. ഇപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ നിങ്ങൾ എല്ലാവരും അത് എഴുതിക്കോ. എന്താണ് എഴുതേണ്ടത്? റേഷ് എന്ന് എഴുതിയിട്ട് ഹെഡ്, ദി ഹെഡ്, ലീഡർഷിപ്പ്, ബിഗിനിങ് ആൻഡ് ദ ടെസ്റ്റ് ഓഫ് ഹ്യൂമിലിറ്റി. അതായത് ഒരു തുടക്കം എന്നെഴുതാം, ശിരസ് എന്നെഴുതാം, നേതൃത്വം എന്നെഴുതാം, ആൻഡ് ദ ടെസ്റ്റ് ഓഫ് ഹ്യൂമിലിറ്റി. അതായത് ഒരു മനുഷ്യൻ അവൻ ഹ്യൂമിലിറ്റി ആണോ എന്ന് പരിശോധന ചെയ്യുന്നത് എന്നൊരർത്ഥം കൂടി അതിൻ്റെ അർത്ഥമുണ്ട്. നമുക്കതിൻ്റെ പിക്ടോഗ്രാഫിക് മീനിങ് പഠിക്കാം. ഞാൻ ഈ പിക്ടോഗ്രാഫ് മീനിങ് പഠിക്കുന്നതിന് മുൻപ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും എനിക്കൊരു 2 വാക്ക് പറയാൻ. ഇപ്പം നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കും, നമ്മളിത് ഫുള്ള് പഠിച്ചു തീർന്നോ? അല്ലെ ഹീബ്രു ഭാഷയുടെ എല്ലാ അർത്ഥങ്ങളും എല്ലാം പഠിച്ചു തീർന്നോ എന്ന് പലരും ഇങ്ങനെ ചോദിക്കും. ഇല്ല പ്രിയപ്പെട്ടവരെ എന്ന് എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ ഒരു വർഷത്തെ ഒരു ചെറിയ കാര്യം മാത്രമേ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ നമ്മുടെ അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് പിക്ടോഗ്രാഫിക് മീനിങ്ങിനെ കുറിച്ചുള്ള അർത്ഥം നിങ്ങൾക്ക് അറിയണം. അതിൽ ഗമറ്റേറിയ വാല്യൂ ഇന്നതാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീനിങ് അറിയണം. അങ്ങനെ മീനിങ്ങിനെ കുറിച്ചിട്ടുള്ള അർത്ഥം അറിയണം. പിന്നെ അതിന്റെ പ്രാവചനിക അർത്ഥം നമ്മൾ പഠിക്കുന്നു. പക്ഷെ ഇത് മാത്രമല്ല ഇതല്ലാണ്ട് നമ്മൾ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത് പറയണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇച്ചിരി സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമ്മൾ ഇസ്രയേൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ മാപ്പ് ഒന്ന് ആരെങ്കിലും ഞാൻ എടുത്തു നോക്കണം.
അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ ഈ കാര്യം ഞാൻ പറയാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ റെക്കോർഡിങ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്നവരും നമ്മുടെ ഓൺലൈനിൽ കേൾക്കുന്ന ആൾക്കാർക്കും ഇതൊരു ഉപകാരമായിരിക്കും. ഞാൻ പറഞ്ഞു നമ്മൾ ഇസ്രായേലിന്റെ മാപ്പിൽ നോക്കുമ്പോൾ അവിടെ ഒരു വശത്ത് കടലുണ്ട്, ഇതിന്റെ ഉള്ളിലൊരു ഗലീല തടാകമുണ്ട്, മരുഭൂമി ഒരു വശത്തുണ്ട്, ഒരു വശത്ത് ഹിമം പെയ്യുന്ന അല്ലെങ്കിൽ മഞ്ഞു പെയ്യുന്ന മലനിരകളുണ്ട്, നല്ല കുന്നുകളുണ്ട്, സമതലങ്ങളുണ്ട്. ഇതെല്ലാമായിട്ട് ചേർന്ന ഒരു ഒരു ഭൂപ്രദേശമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിന്റെ ആ ഭൂപ്രദേശം പോലെ തന്നെ ആണ് ഇവരുടെ ഭാഷയുടെ രീതികളും കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ആൾക്കാര് നമ്മൾ നോക്കുമ്പോൾ അവരുടെ സ്ലാങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകും. അതായത് സിറ്റിയിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കേൾക്കുന്നതല്ല കുറച്ചും കൂടി. അവിടുന്ന് വിഴിഞ്ഞത്ത് പോകുമ്പോൾ ഉള്ള സ്ലാങ് അല്ല. ഈ പുല്ലുവിള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വിഴിഞ്ഞത്തിന്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് പുല്ലുവിള. ഞാൻ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് അതിൻ്റെ ഒരു ഭംഗി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ പോകുമ്പോഴും മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ ഡിഫറെന്റ് സ്ലാങ് ആണ്. കാരണം അവിടെ കടൽ വന്ന് വീഴുന്ന ഒരു താളമുണ്ട്. കാരണം മൺതിട്ടയുണ്ട്. ആ മൺതിട്ടയിൽ വന്ന് തിരമാല വന്ന് വീണിട്ട് പിന്നെ ഒരു ഒഴുക്കാണ്. അതുകൊണ്ടാണ് അവരുടെ ലാംഗ്വേജിലും വന്ന് ഇങ്ങനെ വീണ് പരന്നൊഴുകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എനിക്കത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അതൊന്ന് കാണിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതേപോലെ നെയ്യാറ്റിൻകര പോകുമ്പോൾ അവരുടെ സ്ലാങ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ തുണി ഉണ്ടാക്കുന്ന ഒരു ഫേമസ് സ്ഥലമുണ്ട്. അവിടെ പോകുമ്പോൾ ആ പാവ്, ഊടും പാവിൻ്റെയും സ്റ്റൈലിലാണ് അവര് സംസാരിക്കുന്നത്. അവിടുന്ന് കൊല്ലത്തോട്ട് വന്നാൽ വളരെ ഡിഫറെൻ്റ് ആണ്. പുനലൂരുകാരികൾ സംസാരിക്കുന്നത് പോലെയല്ല ഞങ്ങള് തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാർ താമസിക്കുന്നത്. കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ പുനലൂര് അഞ്ചൽ ഭാഗത്ത് സംസാരിക്കുന്ന സംസാരത്തിന്റെ ചില വൊക്കാബുലറി പോലും അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന ചില വൊക്കാബുലറീസ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ ഞാനിത് പറയാനുള്ള മെയിൻ കാരണം ഈ സെമറ്റിക് ലാംഗ്വേജസിൽ കുറേ ഉണ്ട്. നമ്മൾ പഠിച്ചല്ലോ തുടക്കം ഉർഗാറ്റിക്, ഫിനിഷ്യൻ, അറബിക്, ഹീബ്രു അല്ലേ? ഇതെല്ലാം നമ്മൾ സെമറ്റിക്കിൽ നമ്മൾ അന്ന് പഠിച്ചതാ, ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഹീബ്രു ആയതുകൊണ്ട് ഹീബ്രു ലാംഗ്വേജിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഹീബ്രു ലാംഗ്വേജിൽ തന്നെ, സെമറ്റിക് ലാംഗ്വേജസിൽ തന്നെ കുറേ അർത്ഥതലങ്ങളുള്ള ഭാഷകൾ വേറെ ഉണ്ട്. പക്ഷേ ഹീബ്രുവിലേക്ക് നമ്മൾക്ക് വേണ്ടുന്നത് ബിബ്ലിക്കൽ ഹീബ്രു ആണ്. പക്ഷെ ബിബ്ലിക്കൽ ഹീബ്രുവിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇനിയും ഏറെ പഠിക്കാനുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഹെബ്രായ ഭാഷ ഇപ്പൊ ബറഷീത്ത് എന്ന് എടുത്തിട്ട് നമ്മൾ അതിവിടെ പഠിക്കാൻ പോകുന്നുണ്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് 3 അക്ഷരം ചേർത്ത് അങ്ങ് പഠിപ്പിച്ച് തീർത്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഭാഷയുടെ ഡീകോഡിങ് പഠിക്കാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും ഞാനത് പഠിപ്പിക്കും. ഡീകോഡിങ് എന്തിനാണെന്നറിയാവോ? നിങ്ങളിത് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരും. അസൈൻമെന്റ് എന്ന് പറയുന്നത് റൂഹയെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാം, ബറഷ്യത്ത് പഠിപ്പിക്കാം, ഷാലോം പഠിപ്പിക്കാം. ചില വാക്കുകൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ കൊണ്ട് അത് ഡീകോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ ഡീകോഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ അകത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു അതിശയം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഓമന. ആ പേരിൽ നമുക്ക് ഓ ആ അലഫ് എഴുതിയിട്ടാണ് ഓ എഴുതുന്നത്. അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം ഞാൻ. ഇപ്പം ജോഷി ജോസഫ്, ജോ ഇല്ല, യോയേ ഉള്ളൂ. യോ. ജെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലാണ്. ആ ആ ആ ആശ എന്നുണ്ട്. അത് നല്ലപോലെ എഴുതാൻ പറ്റും. ആശ അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അന്നമ്മ അമ്മ അതും കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ടിജോ, ട്, ടൗ, ജ്, ജ്, യോയാണ് വരുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തം നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്ഷരത്തിന്റെ ഉള്ളിലുള്ള ആശയത്തെ കണ്ടെത്തുക. അപ്പൊ കണ്ടെത്തുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും ഇട്ടെങ്കിലും അതിൻ്റെ അകത്തൊരു ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് വെളിവാകും.
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ അതേപോലെ തന്നെ നമ്മൾ വരുന്ന ആഴ്ചകളിലെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാം. ഓരോ വാക്കുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോകണം. ആ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പീഡിലേക്ക് പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എബ്രായ ഭാഷയുടെ ഒരു അർത്ഥത്തിന്റെയും അതിൻ്റെയും മനസ്സിലാക്കേണ്ടയും ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും നമുക്ക് കുറേയേറെ മനസ്സിലാക്കാനും. നമ്മുടെ ഈ ക്ലാസ് കഴിയുന്നതോടനുബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. എബ്രായ ഭാഷയുടെ സവിശേഷതകൾ. നമ്മൾ അതിൽ 1-ാം ക്ലാസ് എടുത്തു. പക്ഷേ ഒന്നാമത്തെ ക്ലാസ് എടുത്തെങ്കിലും എനിക്കത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചും കൂടി പിക്ചറൈസ് ചെയ്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ഒന്നും കൂടി അതിനെ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ റേഷ്യ പഠിപ്പിക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാം പഠിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ബിഗിനേഴ്സ് ലെവലിൽ അത്യാവശ്യമുള്ള എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റേഷ്യ എഴുതാം. അതിന്റെ പിക്ടോഗ്രാഫിക് മീനിങ് നമുക്ക് എഴുതാം. എ ഹെഡ്, എ പേഴ്സൺ ഓഫ് അതോറിറ്റി. എ ഹെഡ് എന്ന് എഴുതിയിട്ട് / എ പേഴ്സൺ ഓഫ് അതോറിറ്റി. അപ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും? റേഷ്യ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബറഷീത്ത് എന്നുള്ള പദം കാണുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ റഷീത്ത് എന്നാണ്. ബ എന്ന് പറയുമ്പോൾ ദ എന്നുള്ള അല്ലെ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടാണ് ഇബ്രു ഭാഷയിൽ അത് പറയുന്നത്. അപ്പൊ ബ അത് നമ്മൾ പഠിക്കാം. അത് ബ എന്തിനാ നമ്മൾ ഉപയോഗിച്ചതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് ഗ്രാമർ പോർഷൻ, നമുക്ക് അത് കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഞാനത് എന്താണെന്ന് ബ അവിടെ ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ബ ഉപയോഗിച്ചത് കൊണ്ട്, മോശ ബ എഴുതിയത് കൊണ്ട് അവിടെ വേറൊരു അർത്ഥവും കൂടി ഗോസ്പൽ തരത്തിൽ, ആത്മീയ അർത്ഥത്തിൽ, സ്പിരിച്വൽ അർത്ഥത്തിൽ അത് കുറച്ചും കൂടി ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ റേഷിത്ത്, തുടക്കം. അപ്പൊ എല്ലാത്തിന്റെ തുടക്കം എവിടുന്നാ? ദൈവത്തിൽ നിന്ന്, അല്ലെ? അങ്ങനെ ഒരു അർത്ഥമാണ്. അപ്പൊ റേ എന്ന് പറയുമ്പോൾ അവിടെ ഹെഡ് അല്ലെങ്കിൽ ഒരു അധികാരപ്പെട്ട വ്യക്തിത്വം എന്നൊരു അർത്ഥമാണ്. എ പേഴ്സൺ ഓഫ് അതോറിറ്റി. അപ്പോൾ ഇൻ ഏൻഷ്യൻ പിക്ടോഗ്രാഫിക് ഫോം, റേഷ് symbolized a head, a leader, a chief or prince, someone in front, the beginning of something. ഇതിന്റെ മലയാളം നമുക്ക് അർത്ഥമാക്കാൻ ഇങ്ങനെ പറ്റും: ഒരു ശിരസ് അല്ലെങ്കിൽ ഒരു തല. ഓക്കെ, ഈ തല എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ തല, അല്ലെ? തലയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, ചെവിയുണ്ട്, അല്ലെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. അപ്പൊ ഒരു തല എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ തല, ഞങ്ങളുടെ തലവൻ, നമ്മുടെ തലവൻ എന്ന് പറയുന്ന തലയും നമ്മൾ പറയാറുണ്ട്. തമിഴിൽ തലൈ എന്ന് പറയാറുണ്ട്. ഏറ്റവും പ്രഥമ സ്ഥാനൻ എന്നുള്ള, ഏറ്റവും വലിയവൻ എന്നുള്ളൊരു അർത്ഥമാണ് തലൈവൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഈ ഹെഡ്. അതേ അർത്ഥം തന്നെയാണ് ലീഡർ, നേതാവ്, അല്ലെങ്കിൽ ഒരു ചീഫ് ഓർ പ്രിൻസ്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും സമ്മൺ ഇൻ ഫ്രണ്ട്, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കം എന്നൊരർത്ഥമുണ്ട്. അപ്പോ റേഷ് എന്ന് എഴുതിയിട്ട് ഹെഡ്ഷിപ്പ്, ലീഡർഷിപ്പ്, പ്രൊമിനൻസ്, ഡിറക്ഷൻ എന്നുള്ള അർത്ഥമുണ്ട്. ഡിറക്ഷൻ എന്നൊരർത്ഥമുണ്ട്, ദിശ എന്നൊരർത്ഥമുണ്ട്. കാരണം നേതൃത്വത്തിൽ ഉള്ള ഒരു നേതാവിന് മാത്രമേ ശരിയായ ദിശാബോധത്തിലേക്ക് നമ്മെ നടത്താൻ പറ്റൂ. പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളെ നടത്താൻ കഴിയത്തുള്ളൂ. ഒരു ലീഡർഷിപ്പിന് മാത്രമേ നമ്മൾ ഒരു കറക്റ്റ് വഴിയിലൂടെ നടത്താൻ പറ്റുകയുള്ളൂ. ഒരു ഹെഡ്ഷിപ്പ് ഉണ്ടെങ്കിലേ അതിന് ശരിയായിട്ടുള്ള ഇങ്ങനെ പോകണം. നമ്മളൊന്ന് വളരെ വ്യക്തമായിട്ട് നോക്കേണ്ട ഒരു സംഭവമുണ്ട്. എവിടെയാണെന്നറിയാമോ? ഇസ്രായേൽ മക്കളുടെ യാത്ര. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ, ഒരു പ്രോമിനൻസ്, ഒരു ലീഡർഷിപ്പ്, ഒരു ഹെഡ്ഷിപ്പ്. നമുക്ക് ഹെഡ്ഷിപ്പിനെ അങ്ങ് മാറ്റാം. ഈ 3 കാര്യം എടുത്താലും എന്തുണ്ട്?
അതിൻ്റെ അകത്ത് ദൈവം പറഞ്ഞു, ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു, എൻ്റെ വാക്കായിട്ട് നീ അവിടെ നിൽക്കണം, നീ നിൽക്കണം. അത് മൂന്നും മോശ ചെയ്തു. പക്ഷെ എൻ്റെ ഹെഡ്ഷിപ്പ് ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പോ നമ്മള് ഈ റേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? നമ്മള് ബൈബിള് വായിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പൊരുള് തിരിക്കുക. ഈ പൊരുള് തിരിച്ച് വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. ഏതാ? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഷീർ എന്നുള്ളൊരു പദം എടുക്കുക. ഷീർ കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ശമൂവേൽ 9th ചാപ്റ്റർ 9th വേഴ്സിലാണ് അത് കാണുന്നത്. പ്രവാചകൻ എന്നുള്ള അർത്ഥം. നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഷിൻ. ഷീർ എന്നാണ്. ഷീർ. അപ്പൊ റേഷൻ കൂടെ ചേർന്നിട്ടാണ് ഷീർ വരുന്നത്. അപ്പോൾ ഞാൻ അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഷീർ എന്നുള്ള പദം നിങ്ങൾക്ക് അസൈൻമെന്റ് ഇട്ട് തരാം. നിങ്ങൾ അത് അടുത്ത ക്ലാസ്സിൽ പ്രിയപ്പെട്ടവർ അതിനെ ഡീകോഡ് ചെയ്ത് വരണം. അപ്പൊ നമുക്ക് കാണാം അതിന്റെ ഒരു സൗന്ദര്യം എങ്ങനെയാണ്, നിങ്ങൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ ഗമറ്റേറിയ രീതിയിൽ നിങ്ങൾ അതിനെ ഡീകോഡ് ചെയ്യണം. നിങ്ങൾ അതിനെ പിക്ടോഗ്രാഫിക് വെച്ച് ഡീകോഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ സൗണ്ട് ഉപയോഗിച്ച് അതിനെ ഡീകോഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്തോ പഠിക്കുന്നത്, മീനിങ് ഉപയോഗിച്ച് അതിനെ ഡീകോഡ് ചെയ്യണം. പിന്നെ പ്രോഫറ്റിക് ലെയർ വെച്ച് അതിനെ ഡീകോഡ് ചെയ്യണം. ഇങ്ങനെ ഓരോ വാക്കുകളും ഡീകോഡ് ചെയ്ത് കിട്ടുമ്പോൾ ആ വേഴ്സിൽ തന്നെ ഒരു വലിയൊരു അർത്ഥം കിട്ടും. ഈ അർത്ഥമാണ് യഥാർത്ഥത്തില് ഇതിനെ മനസ്സിലാക്കി ഇതിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ റബായിസ്, പിന്നെ അവർ പിന്നെ കുറച്ച് അവർക്ക് ബുക്കുകളുണ്ട്. തൽമൂദിക്ക്, മിദ്രാഷ് പോലെയുള്ള അവരുടേതായ ബുക്കുകളുണ്ട്. നമ്മൾ അതെല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ വെച്ച് നമ്മളെ കൃപയാൽ ജീവിക്കുന്നവരാണ്. യേശു കർത്താവിന്റെ കൃപയാൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിൽ വെച്ചിട്ടൊന്ന് നോക്കിയേ നമ്മുടെ തിരുവചനം. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ ഇന്ന് രാവിലെ ഇന്ന് ഈ ന്യൂയോർക്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള യഹൂദന്മാരുടെ ഇടയിൽ വളരെ സജീവവും പ്രശസ്തനുമായ, പ്രത്യേകിച്ച് അവരുടെ കഴിഞ്ഞ റോഷ് ഹഷാനക്കൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റബ്ബിയുണ്ട്. ഞാൻ ആ റബ്ബിയുടെ വീഡിയോ നമ്മുടെ വാട്സപ്പിൽ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഇടയിൽ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, കിർക്ക്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാ. അദ്ദേഹം യേശു കർത്താവിനെ സ്വീകരിച്ചു. ആ യേശു കർത്താവിന്റെ ജീവിതത്തെ അദ്ദേഹം അനുകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് റബ്ബായി പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ഞാനത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. അവരെങ്ങനെയാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നതും നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ ക്രിക്കിനെ എന്ന് പറഞ്ഞാൽ ക്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു രീതിയും, അതേപോലെ തന്നെ റബ്ബായി ആയിട്ടുള്ള ആ മനുഷ്യൻ, ആ വ്യക്തിത്വം യേശു കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് അങ്ങനെ എങ്ങനെയാണ് ലോകത്തെ ചേഞ്ച് ചെയ്യാൻ നോക്കിയതിനെ കുറിച്ച് ഈ റബ്ബായിയുടെ ഒരു എക്സ്പ്ലനേഷൻ, വെരി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഞാനത് ഇട്ടുതരാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആഴത്തിൽ നമ്മുടെ ഇന്റർപ്രിട്ടേഷന് നിങ്ങളെ സഹായിക്കും. അപ്പോ നമുക്ക് അതിന്റെ താഴെ ഇങ്ങനെ എഴുതാം. നമ്മളിപ്പോ എഴുതിയ പോയിന്റ്സിന്റെ താഴെ ഇങ്ങനെ എഴുതാം. ഇറ്റ് മാർക്സ് ദ പോയിന്റ് വേർ ഡിസിഷൻസ് ആർ മെയ്ഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഫ്ലോസ്. ഇറ്റ് മാർക്സ് ദ പോയിന്റ് വേർ ഡിസിഷൻസ് ആർ മെയ്ഡ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഫ്ലോസ്. ഇവിടെ നമുക്ക് ഒരു 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 വ്യക്തിഗതമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തെഴുതാം? തീരുമാനങ്ങളും അതേപോലെ തന്നെ പ്രയോജനകരമായിട്ടുള്ള ഇൻഫ്ലുവൻസുമൊക്കെ എടുക്കുവാൻ ഒരു വ്യക്തിത്വം വേണം. ആ വ്യക്തിത്വത്തിൽ കൂടെ മാത്രമേ ഇതെല്ലാം സാധ്യമാകൂ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എഴുതാം. മാത്തമാറ്റിക്കൽ വാല്യൂ.
മാത്തമാറ്റിക്കൽ വാല്യൂ എന്ന് എഴുതിയിട്ട് റേഷ് 200 എന്ന് എഴുതിക്കോ. ഞാൻ കുറച്ചും കൂടി ആ നേരത്തെ പറഞ്ഞ പോയിന്റ് ഞാൻ കുറച്ചും കൂടി മലയാളീകരിച്ച് കുറച്ചും കൂടി ഒരു ഗ്രാമറിൽ ഞാൻ പറയാം. തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ തന്നെ സ്വാധീനം ചെലുത്തുവാനും കഴിയുന്ന ഘട്ടത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. തീരുമാനങ്ങൾ എടുക്കുവാനും സ്വാധീനം ചലിപ്പിക്കുവാനും ചെയ്യുന്ന ഘട്ടത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. അടുത്തത് നമുക്ക് മാത്തമാറ്റിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഗെമറ്റേറിയ വാല്യൂ അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായ മൂല്യം എന്നൊക്കെ ഉണ്ട് അർത്ഥം. എഴുതിയിട്ട് 200. ഹൈ സ്റ്റേക്സ് റെസ്പോൺസിബിലിറ്റി ഇമ്പാക്റ്റ്, അതായത് ഉത്തരവാദിത്തം, അതല്ലെങ്കിൽ വളരെ സ്വാധീനമുള്ള ചാലകശക്തി, ഉയർന്ന ഉത്തരവാദിത്തം എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ വളരെ ശക്തമായ സ്വാധീനം, ദ ഇമ്പാക്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, എല്ലാത്തിൻ്റെയും ആ ഉയർന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഹൈ സ്റ്റേക്സ് എന്ന് വെച്ചാലും ഏകദേശം അതേ അർത്ഥം വരുന്ന അർത്ഥം തന്നെയാണ് റെസ്പോൺസിബിലിറ്റിയുടെ. അപ്പോ റേഷ് എന്ന് എഴുതിയിട്ട് 200 എന്ന് എഴുതുക, 200 എന്ന് എഴുതുക. അപ്പൊ 200 എന്ന് പറയുന്നത് ഒരു ലാർജ്, ഒരു വെയിറ്റി ആയിട്ടുള്ള ഒരു നമ്പറാണ് അല്ലേ? ഇതെന്തിനെയാണ് കാണിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചപ്പോൾ 100 എന്ന് പഠിച്ചു. ഈ പ്രാവശ്യം പഠിക്കുമ്പോൾ നമ്മൾ 200 എന്നാണ് പഠിക്കുന്നത്. അത് കൂടുതലുമായിട്ട് റെസ്പോൺസിബിലിറ്റിയുടെ കണക്റ്റഡ് ടു റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ആ റെസ്പോൺസിബിലിറ്റിയുടെ 100 എന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി 200 ആയി. അപ്പൊ അതിന്റെ ആ ശക്തിയെ കാണിക്കുന്നതാണ്. പിന്നെ ഇൻഫ്ലുവൻസ്, ദ ഹൈ സ്റ്റേക്സ് ഓഫ് ലീഡർഷിപ്പ്, ഒരു നേതൃത്വ പാടവത്തിന്റെ ഉയർന്ന ചിന്താഗതിയും ഉത്തരവാദിത്വങ്ങളും ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചോയ്സ് ദാറ്റ് എഫക്റ്റ് മെനി, കാരണം ഒരു നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് ചെറിയ ചെറിയ തീരുമാനങ്ങളെയൊക്കെ അത് കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു നേതാവ് ഒരു കാര്യം തീരുമാനിക്കുവാണ്, തെറ്റോ ശരിയോ, അയാൾ എടുക്കുന്ന ആ തീരുമാനം ചിലപ്പോ നല്ലതിലേക്ക് വരാം, ചിലപ്പോ അതിന്റെ തിന്മയിലേക്ക് തന്നെ വരാം. ദ മൊമെന്റം ഓഫ് എ ലീഡേഴ്സ് ആക്ഷൻ, ഇതെല്ലാം അതിൻ്റെ ഒരു അർത്ഥ തലത്തിലേക്ക് വരുന്നതാണ് ഈ 200-ന്റെ. അപ്പൊ നമുക്ക് അവിടെ അതാണ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 പ്രോഫറ്റിക് ലെയർ എന്ന് പറഞ്ഞിരിക്കുന്ന അതിലേക്ക് പോകാം. ദ ലീഡേഴ്സ് ഹാർട്ട് ബിഫോർ ഗോഡ്, ദൈവത്തിന് മുൻപാകെയുള്ള ഒരു നേതാവിന്റെ ഹൃദയം ആ പ്രോഫറ്റിക് ലെയറിൽ നമുക്ക് പഠിക്കാനുണ്ട്. പ്രോഫറ്റിക്കലി റേഷ് സ്പീക്സ് ടു ലീഡർഷിപ്പ് ടെസ്റ്റഡ് ബൈ ഹ്യൂമിലിറ്റി. അപ്പോ ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു പദം ലീഡർഷിപ്പ് ടെസ്റ്റഡ് ബൈ ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് കാണിച്ചു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചിത്രം എന്ന് പറയുന്നത് യേശു കർത്താവ് കുനിഞ്ഞ് താന്ന് ആ കാൽപാദം എടുത്ത് തുടച്ച് കഴുകി ഉമ്മ വെച്ചു എന്നുള്ള ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു ചിത്രീകരണം. ഇതേ സെയിം പാറ്റേൺ നമുക്ക് ഉൽപ്പത്തിയിൽ കാണാൻ പറ്റും. ഉൽപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നു? പൊടി ഉണ്ടാക്കിയിട്ട് ആ പൊടിയെല്ലാം ഉണ്ടാക്കി കണ്ണ്, മൂക്ക്, ചുണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ചുണ്ടിന്റെ ഭാഗത്ത് വന്നിട്ട് ദൈവം ഊതി, ചുണ്ടോട് ചുണ്ട് ചേർത്ത് വെച്ച് ഊതി. ഇത് തന്നെ എന്തായിട്ട് കാണിച്ചു? ക്രൂശിലേക്ക് കയറുന്നതിന് മുൻപ്
വീണ്ടും വീണ്ടും ഇറങ്ങി ആ ഡസ്റ്റിന്റെ ഏറ്റവും താഴെ വന്ന് നമ്മുടെ ഈ ഈ ഡസ്റ്റിലൂടെ നടന്നു പോകുന്ന ഈ കാല് എടുത്ത് യേശു കർത്താവ് വീണ്ടും അത് ചുംബിച്ച് അത് തുടച്ച് കഴുകി. എന്താ ഇത് കാണിക്കുന്ന എന്താണ്? ഇതൊരു വലിയൊരു നേതൃത്വത്തെ കാണിക്കുന്നു. അത് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ യജമാനൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ ആദ്യം ഇത് ചെയ്യട്ടെ. അതൊരു യഥാർത്ഥത്തിൽ അതൊരു കൽപ്പനയാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതൊരു കൽപ്പനയാണ്. നമ്മുടെ പെന്തക്കോസ്റ്റൽ രീതിയിൽ പോകുന്ന ഒരുപാട് ഒരുപാട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരാണ്. ഏകദേശം ചില ഗ്രൂപ്പുകളിൽ മാത്രമാണ് കാത്തലിക് ആയിട്ടുള്ള 2-3 സഹോദരങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇതിനകത്ത് ഇരിക്കുന്നവരും ഏകദേശം കേൾക്കുന്നവരെല്ലാം ഒരു പെന്തക്കോസ്റ്റൽ ടൈപ്പ് ഓഫ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചു വച്ചിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് പീറ്റർ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാത്യു ഗോസ്പൽ യേശു കർത്താവ് മലമുകളിലേക്ക് കയറിയിട്ട് തിരുവായ് മൊഴി, ആ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ, തിരുവായ് മൊഴി കൊണ്ട് അരുളി ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് 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 കിടക്കുന്ന 5, 6, 7 കിടക്കുന്നതാണ് ഏറ്റവും ക്രിസ്ത്യൻ ചേർച്ചിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടീച്ചിങ് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അതൊന്നും ഓരോന്നും എടുത്ത് അത് ആരോടാ പറഞ്ഞേ? അത് ആദ്യത്തെ പോയിന്റാണ്. അത് ആര് എവിടെ വെച്ച് പറഞ്ഞു? യേശു കർത്താവ് ഇസ്രായേലിലെ ഒരു കുന്നിന്റെ മുകളിൽ ഇരുന്ന് ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാകുന്ന അവരുടെ ഭൂപ്രകൃതിയും അവരുടെ ജീവിത രീതിയുമായി കണക്ട് ചെയ്തതും അവരുടെ ആചാരവുമായിട്ട് കണക്ട് ചെയ്തതുമായിട്ട് കാര്യങ്ങളാണ് സംസാരിച്ചു തുടങ്ങിയത്. അതാണ് സംസാരിച്ചിട്ട് പറഞ്ഞത്, ഇത് നിങ്ങൾ ചെയ്യുവേ. അതിൻ്റെ അകത്ത് പഠിപ്പിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അതിൻ്റെ അകത്ത് കാണിച്ചു തന്നു ഒരു മനുഷ്യൻ എങ്ങനെ സ്നേഹിക്കണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇതാണ് നമ്മുടെ ചർച്ചസിൽ പഠിപ്പിക്കേണ്ട ഫണ്ടമെന്റൽ ടീച്ചിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനിത് പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ ആ ഒറ്റ വാക്കിൽ നിന്നാ പോയത്. ഏതാ? യേശു കർത്താവ് യഥാർത്ഥത്തിൽ ഷോഡസ് പഴയ പ്രവചനങ്ങളിലും പഴയ പുസ്തകത്തിലും ദൈവപിതാവ് എന്തു പറഞ്ഞുവോ അതിനെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ യേശു കർത്താവ് നമ്മൾ പഠിപ്പിച്ചു. ദ ലീഡർഷിപ്പ് ടെസ്റ്റഡ് ബൈ ഹ്യൂമിലിറ്റി. അതേപോലെ തന്നെ ദ ഡേഞ്ചർ ഓഫ് പ്രൈഡ് എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അതായത് ഈ ലീഡർഷിപ്പിനെ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ഇതാണ് എന്താണ്? പ്രൈഡ് കയറി വരുന്നത്, ഒരു അഹങ്കാരം കയറി വരുന്നത്. നമ്മൾ ബൈബിളിൽ തന്നെ അങ്ങനെ അഹങ്കരിച്ചു പോയ വ്യക്തിത്വങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ദ കോൾ ടു ബെൻഡ് ദ ഹെഡ് ബിഫോർ ഗോഡ്, അതായത് ദൈവവിളിയുടെ മുൻപാകെ ആ തല കുനിഞ്ഞ്, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ വിളിയുടെ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കി ദൈവത്തിന് മുൻപാകെ തല വണക്കി നിൽക്കുന്ന ഒരു നേതാവിന്റെ ചിത്രം നമുക്ക് കാണുവാൻ പറ്റും. അതേ കണക്ക് തന്നെ ബിഗിനിങ്സ് അലൈൻഡ് വിത്ത് ഗോഡ്സ് വിസ്ഡം, അതായത് എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ദൈവത്തിന്റെ ജ്ഞാനപൂർണതയിൽ ആശ്രയിച്ചുകൊണ്ട്. ഞാനിത് പറയുമ്പോൾ പ്രോവേർബ്സ് 8 chapter 8 നിങ്ങൾ വീട്ടിൽ വായിക്കാൻ ട്രൈ ചെയ്യാം. കാരണം ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ്. നമ്മുടെ ബൈബിള് തിരുവചനം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണ്. എബ്രായ ഭാഷയിൽ തന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ബറഷിത്ത് ബാറായത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ലേഷൻസിലെല്ലാം വിട്ടുപോയ, ട്രാൻസ്ലേറ്റുകൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള
എല്ലാവരും അവഗണിച്ചതായിട്ടുള്ള ഒരു പദം എത്ത്, ആലഫ് തൗ. ദൈവം ആദ്യമേ 22 ബ്ലോക്കുകൾ പണിഞ്ഞു, ഇഷ്ടികകൾ പണിഞ്ഞു. 22 അക്ഷരങ്ങളുള്ള ഇഷ്ടികകൾ പണിഞ്ഞു. അതിന്മേലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മളുടെ മനസ്സിനെ അലൈൻ ചെയ്യുക. ശലോമോന്റെ അടുത്ത് ശലോമോൻ എന്താണ് പ്രാർത്ഥിച്ചത്? അവിടുത്തെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള ജ്ഞാനം. നിങ്ങൾ പോയിട്ട് 8-ാമത്തെ സദൃശ്യവാക്യം വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ഒരു ഭിക്ഷാന്തേഹി, ഒരു ഭിക്ഷ അർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നെ ഓരോ ദിവസവും ദൈവമേ അവിടുത്തെ ജ്ഞാനത്തിൽ എന്നെ വളർത്തണം. ഒരു ലീഡറിന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം അതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോ വ്യക്തിത്വങ്ങളും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും, എന്നെ കേൾക്കുന്ന, നമ്മൾ ജീവിതത്തിൽ ഓരോ ദിനവും കർത്താവേ ദൈവമേ ഇന്ന് ജീവിപ്പാനുള്ള ജ്ഞാനം തന്നു, അതിനായി നന്ദി. നാളെയും എനിക്ക് ജീവിപ്പാനുള്ള ജ്ഞാനം എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മളുടെ ക്രിസ്തീയ സഭാഗോളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. എന്താണ്? ഈ ഒരു ജ്ഞാനം നമുക്കില്ലാതെ പോകുന്നത്. ഓക്കെ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസ്, അതായത് നമ്മളുടെ എന്താണ്, ഒരു ചാലക ശക്തിയായി തീരുവാനുള്ള ഉത്തരവാദിത്വ ബോധം. അപ്പോ റേഷ് സ്റ്റാൻഡ്സ് അറ്റ് എ സ്പിരിച്വൽ ക്രോസ് റോഡ്. റേഷ് എന്ന് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഒരു ക്രോസ് റോഡിലേക്കാണ് വന്നു. സൗണ്ട് ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. സോറി, എനിക്കൊന്ന് നെറ്റിന്റെ എന്തോ പ്രശ്നത്തില് കട്ടായി പോയതായിരിക്കും, അറിയത്തില്ല. ഓക്കെ, ഓക്കെ, നിങ്ങൾ എവിടം വരെയാ കേട്ടത്? എവിടം വരെയാ ഞാൻ പറഞ്ഞു നിർത്തിയതെന്ന് പറയാമോ? ജാലകശക്തി ആ, അങ്ങനെ ഓക്കെ. റേഷ് വന്ന് നിൽക്കുന്നത് ഒരു ക്രോസ് റോഡിലാണ്, 4 കൂടി കടന്നു പോകുന്ന ഒരു ക്രോസ് റോഡില്. ഈ ക്രോസ് റോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? റേഷ് എന്ന് പറയുന്നത് നീതിയായിട്ട് ദൈവത്തിന് മുൻപാകെ വണങ്ങി നിൽക്കുകയാണ്. എന്തിനാ? താൻ നേതാവാണ്. നേതാവ് സർവവും ദൈവത്തിന്റെ മുൻപാകെ, നീതിയുള്ള ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിച്ചു നിൽക്കുന്നു. ദൈവം അവിടെ നിന്നാണ് ദൈവം ഉയർത്തുന്നത്. അപ്പോ അതുപോലെ തന്നെ ദൈവം നിഗളിച്ചു നിൽക്കുന്ന എല്ലാവരെയും ദൈവം താഴ്ത്തുന്നു. അതായത് സ്റ്റാൻഡ് ടോൾ ഇൻ സെൽഫ് ആൻഡ് ഫോൾ. നിഗളിച്ച് ഉയർന്നു നിൽക്കുന്ന എല്ലാ തലകളെയും ദൈവം തകർക്കുകയും താണു വണങ്ങിയിരിക്കുന്ന തലകളെ ദൈവം നീതിയോടെ ഉയർത്തുകയും ചെയ്യുന്നു. നമുക്കതിന്റെ സ്പിരിച്വൽ മീനിങ് നോക്കാം. സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് ക്യാരക്ടർ ബിഫോർ ക്രൗൺ. അതായത് നമ്മളുടെ സ്വഭാവത്തെ അളന്നിട്ടാണ് ദൈവം ഓരോ കിരീടങ്ങൾ തരുന്നത്. അപ്പം ആത്മീയമായിട്ടും റേഷ് നമ്മളോട് പറയുന്നത് നമ്മുടെ താഴ്മ, ഒരു നേതാവിന് വേണ്ടുന്ന എത്തിക്സ്. ഇന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് നേതാക്കന്മാർക്ക്, അതായത് നമുക്ക് സെക്യുലർ വേൾഡിലും ആത്മീയ ലോകത്തിലും കാണുവാൻ കഴിയാത്ത കാര്യങ്ങളാണ്. നല്ല മോട്ടീവ്സ്, നല്ല ഇച്ഛാബോധമില്ല, ഹ്യൂമിലിറ്റി, താഴ്മയില്ല. പലർക്കും ചിരിക്കാൻ പോലും പറ്റത്തില്ല. എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇപ്പം ഞാൻ അടൂരിൽ ഒരു കല്യാണം എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി.
ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഒരു സഭയും കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണ ഫോട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ IPC എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ ആ സഭയെ കുറ്റപ്പെടുത്തുമല്ല, അവരുടെ ആ ഒരു ചർച്ചിലുള്ള എല്ലാ പാസ്റ്റേഴ്സും ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ പാസ്റ്റർമാരെല്ലാം നോക്കിയിട്ട് ചിരിച്ചു. ഒരൊറ്റ പാസ്റ്റർ ചിരിച്ചില്ല, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അതിനുശേഷം കല്യാണം കഴിയുന്നവർ ഒരൊറ്റ പാസ്റ്ററിനെ ഞാൻ നോക്കി ചിരിച്ചില്ല. സി ഇത് എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ചമ്മിപ്പോയി. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, ഞാൻ ചമ്മിപ്പോയി. കാരണം ഞാനിങ്ങനെ വന്നിട്ട് എല്ലാവരും നോക്കി ചിരിച്ചു, ഒറ്റ ആരും ചിരിച്ചില്ല. നമ്മൾ ചിരിക്കണം. കാരണം ഞാൻ ചിരിക്കാന്ന് വെച്ചാൽ ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാ. എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മയുണ്ട്, ഒരു പുരോഹിതനെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാനൊരു ചെറിയൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ച് പറയുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ അച്ഛന്മാരെ കാണുമ്പോൾ. ഞാൻ ഇങ്ങനെ പേടിച്ച് എൻ്റെ മമ്മിയുടെ സാരിയുടെ ബാക്കിൽ ഒളിച്ചിരുന്നപ്പോൾ അച്ഛൻ എന്നെ പിടിച്ചിട്ട് ഒരു പാട്ട് പാടി. എന്നിട്ട് എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് മുട്ടായി തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പാട്ട് പാടി. ആ പാട്ട് പാടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. വാ വാ യേശുനാഥ, വാ വാ. ആ പാട്ടാണ് പാടിയത്. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ പാട്ടുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും, ഞാൻ ആ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അവിടുന്ന് നമ്മൾ കർത്താവിനെ അറിഞ്ഞ് ഈ വിശ്വാസ സമൂഹത്തിലേക്ക് വന്നപ്പോ ഞാൻ പലരും നോക്കി ചിരിക്കുമ്പോഴും അവർ ചിരിക്കാത്തൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ചിരിക്കാനുള്ളൊരു വലിയ. ദൈവം മനുഷ്യന് മാത്രം തന്നൊരു ക്വാളിറ്റിയാണ് ചിരിക്കാൻ. ഞാൻ എല്ലാവരും കാണുമ്പോഴും ചിരിക്കും. ഇവിടെ ഞാൻ ആയിരിക്കുന്ന ഈ ദേശത്ത് ഈ ഒരു കാര്യം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ഇലക്ഷനിൽ നിന്നാൽ 100% ജയിക്കും. കാരണം ഞാൻ റോഡിന്റെ വെളിയിൽ ഇറങ്ങിയാൽ എല്ലാവരും നോക്കി ചിരിക്കും. എല്ലാവരും എന്നെ നോക്കി ചിരിക്കാത്തവരെ നോക്കി ഞാൻ ചിരിക്കും. വേറൊന്നുമല്ല, നമ്മൾ ആ പ്ലസന്റ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നത്തിനിടയിലും നമ്മൾ ആൾക്കാരെ നോക്കി ചിരിച്ച് ഒരു ചിരി ലോകത്തെ, യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു ചെറിയൊരു സാക്ഷിയാണ് പറയാം. RCCയിൽ വെച്ചിട്ട് എൻ്റെ മമ്മിയുടെ ഇതുമായിട്ട് പോയപ്പോൾ ഒരു മുസ്ലിം ലേഡി എൻ്റെ ഒരൊറ്റ ചിരിയില് അവർ മരിക്കുന്നത് വരെ എന്നെ മോനെ എന്ന് വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഷീസ് എ ക്യാൻസർ പേഷ്യന്റ്. ഞാൻ പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട അന്ന് മുതൽ ഒരു ചിരിയില് ആ ആ ഉമ്മ എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ ഒരുപാട്, ഉമ്മയുടെ എല്ലാ വേദനകളും എന്നോട് പറയുമായിരുന്നു. ഈ എന്താണ്, മരുന്ന് മേടിക്കാനും അതേ കണക്ക് തന്നെ കീമോതെറാപ്പിക്കൊക്കെ വരുമ്പോൾ എല്ലാം സംസാരിക്കും. ഞാൻ എല്ലാം കേൾക്കും, കേട്ട് 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 ഇടയ്ക്ക് പ്രാർത്ഥിക്കും, കേൾക്കും. ആ ഒരൊറ്റ ചിരിയിലായിരുന്നു ഞങ്ങളുടെ ആ സ്നേഹബന്ധം തുടങ്ങിയത്. ആ ഉമ്മ മരിക്കുന്നത് വരെയും എന്നെ ഫോൺ ചെയ്യുന്നത്. നമ്മുടെ എ സ്മൈൽ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. പ്രത്യേകിച്ച് നമുക്ക് വിശ്വാസികൾക്ക് ഇന്ന് ഇന്ന് അന്യം നിന്നു പോയ ഒരു കലാരൂപമാണ് ചിരി. ഓക്കെ, എനിക്ക് തോന്നുന്നു യേശു കർത്താവ് അന്ന് യെരുശലേമിൽ നിന്നും കഫർനഹൂമിലേക്കും, കഫർനഹൂമിൽ നിന്നും ഗലീലേക്കും, ഗലീലയിൽ നിന്നും ഗാഗുൽത്തയുടെ ക്രൂശിലേക്ക് കടന്നു പോകുന്നവരെയും എനിക്ക് തോന്നുന്നു കാണുന്നവരൊക്കെ നോക്കി ചിരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരുന്നു ഒരു പറ്റം ജനം യേശു കർത്താവിന്റെ പിന്നാലെ കൂടിയെന്ന്. യേശു കർത്താവ് മുഖം ചുളിപ്പിച്ച് നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും അത്രയും ഒരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ പിറകിൽ കൂടില്ലായിരുന്നു എന്നും കൂടി അനുമാനിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അടുത്ത ക്വാളിറ്റി, ഇന്നർ ക്യാരക്ടർ. നമ്മുടെ പുറമേ ഉള്ള ഒരു ക്യാരക്ടർ അല്ല, അകമേ ഉള്ള നമ്മുടെ ഒരു ക്യാരക്ടർ ഒരു നേതാവിന് വേണ്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അക്കൗണ്ടബിലിറ്റി. തന്നെ ഏൽപ്പിച്ച ജോലിയുടെ ഉത്തരവാദിത്വം ഇന്നതാണ്, ഏതാണ്, അതിൻ്റെ ആഴവും പരപ്പും വീതിയും നീളവും ഒക്കെ അറിഞ്ഞ് അതിന് അനുബന്ധമായി തന്നെ ചെയ്യുന്ന ഒരു കാര്യം, അക്കൗണ്ടബിലിറ്റി. പിന്നെ ഡയറക്ഷൻ ഓഫ് ലൈഫ്, ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഏകാഗ്രതമായിട്ടുള്ള ലക്ഷ്യബോധം. ചോയ്സസ് ദാറ്റ് സ്റ്റീർ ഡെസ്റ്റിനിറ്റി. ഞാൻ എവിടെയാണോ ചെന്നെത്തേണ്ടത് അതിലേക്കുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള യാത്ര. അപ്പോ റേഷ് നമ്മളോട് പറയുന്നത്, ഹൂ ലീഡ്സ് യുവർ ലൈഫ്, യുവർ ഈഗോ ഓർ യുവർ ഗോഡ്? റേഷ്
റേഷ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ ജീവിതം എങ്ങോട്ടാ? ജീവിതം എന്താണ് ലീഡ് ചെയ്യുന്നത്? ദൈവമാണോ അതോ നിന്റെ ഈഗോയാണോ? അപ്പോ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ റേഷ് പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു നേതൃത്വത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്കാണ്. ആ കവിഞ്ഞൊഴുക്ക് എന്ന് പറയുന്നതിൽ കമ്പാഷൻ, സഹാനുഭൂതി, വിസ്ഡം, ജ്ഞാനം, വിജ്ഞാനമല്ല ദൈവത്തിന്റെ ജ്ഞാനം, താഴ്മ, ഹ്യൂമിലിറ്റി, മനുഷ്യത്വം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, പ്യൂരിറ്റി ഓഫ് മോട്ടീവ്സ്. നമ്മുടെ മോട്ടീവ് എപ്പോഴും പ്യൂരിറ്റി ഉള്ളതായിരിക്കണം. അപ്പോ റേഷ് ഓഫ് എ മാൻ ഡിറ്റർമിൻസ് ദ റേഷ്യത്ത് ഓഫ് ഹിസ് പാത്ത്. അപ്പോ ഒരു നേതാവായിരിക്കുന്ന മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എപ്പോഴും ആ മുന്നോട്ടുള്ള തന്റെ യാത്രയുടെ താൻ തുടങ്ങി വച്ചിരിക്കുന്ന യാത്രയിൽ അതിന്റെ പൂർത്തീകരണമാണ് ഒരു നേതാവിൻ്റെതായിട്ടുള്ള ഈ ഗുണഗണങ്ങളെല്ലാം വരുമ്പോൾ. അപ്പോ അതേപോലെ തന്നെ നമുക്ക് ഈ റേഷ്യത്തിന്റെ അകത്ത് നമുക്ക് കാണുവാനുള്ളത് ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുമ്പ് എനിക്കൊന്ന് വരച്ച് കാണിക്കണം. വരച്ച് കാണിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് വൈറ്റ് ബോർഡ് എടുക്കുവാണ്. അപ്പം നമുക്ക് ഫോർമേഷൻ ഓഫ് ദ ലെറ്റർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഫോർമേഷൻ ഓഫ് ദ ലെറ്റർ നോക്കുമ്പോൾ ഏത് ലെറ്ററുമായിട്ട് സാമ്യമുണ്ട് നമ്മുടെ റേഷ്യത്തിന്? ഏതെങ്കിലും ലെറ്ററുമായി സാമ്യമുണ്ടോ? ആശ സിസ്റ്റർ പോയോ? ഏതെങ്കിലും ഏതെങ്കിലും ലെറ്ററുമായിട്ട് സാമ്യം ഉണ്ടോ നമ്മുടെ? ഓക്കെ, ബെയ്ത്ത് ആണോ? ഇതല്ലയോ കുറച്ചും കൂടി കറക്റ്റ്? ഡലത്ത്. ഡലത്താവുമ്പോഴേ നമുക്കിതാ ഇവിടുത്തെ ഈ പോയിന്റ് ഒന്ന് മായ്ച്ച് കളഞ്ഞ ഇത് കണ്ടോ? സോറി, ഇത് ഇച്ചിരി നീണ്ടുപോയി. സോറി, ഇങ്ങനല്ല വരച്ചപ്പോ നീണ്ടുപോയി, ക്ഷമിക്കണം. ഈ ഡലത്ത് വരുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പൊ ഡോർ സ്റ്റെപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന തലവൻ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാം. നമ്മൾ ഡലത്ത് പഠിച്ചപ്പോ എന്താ? ഡോർ ഹെഡ് എന്നാ പഠിച്ചേ. ആ കട്ടളപ്പടിയുടെ അത്. ഇവിടെ നമുക്ക് റേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് റേഷനെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റേഷ് എന്താന്ന് നോക്കാം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫോർമേഷൻ ഓഫ് ദ ലെറ്റർ, എ കർവ്ഡ് ഹെഡ് ലീനിങ് ഫോർവേഡ്, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഹെഡ്, പക്ഷെ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പനിങ്. ഇവിടെ ഞങ്ങൾക്ക് മഴയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. മഴ ഇപ്പം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല, അതോ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഐ ആം സോറി ഫോർ ദ ഇൻറ്ററപ്ഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേതാവിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ എല്ലാം കാണുവാൻ പറ്റും. അപ്പോൾ ഈ റേഷന് ഒരു എന്താ പറയുന്നത്, ഒരു കോർണർ, നോ കോർണർ ബാക്ക് ഒന്നുമില്ല. വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. ഓപ്പൺനെസ്, പിന്നെ പൊട്ടൻഷ്യൽ. ദ ഈസ് വിത്ത് ഈച്ച് റേഷ് ക്യാൻ ടിപ്പ് ഇൻ ടു പ്രൈഡ്. അപ്പൊ ഒരു സ്ലൈറ്റ്ലി കേർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് റേഷിൽ കാണാൻ പറ്റുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എന്താണ് പറയുന്നത്, the leadership must be anchored in humility or it collapse. ആ റേഷ്യന്റെ ആ ഒരു ബെൻഡ് എന്ന് പറയുന്നത്, റേഷ്യന് ആ താഴ്മയില്ലെങ്കിൽ, ഒരു നേതാവിന് ആ താഴ്മയില്ലെങ്കിൽ
എത്ര പെട്ടെന്ന് തകർന്ന് തരിപ്പണമാക്കാൻ പറ്റും. നമുക്ക് ഒരു നേതാവിന് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന്റെ താഴ്മയാണ്. നമ്മളുടെ ഞാൻ വീണ്ടും അങ്ങനെ പറയുന്നതല്ല, പക്ഷെ നമ്മുടെ സമകാലിക കേരള ഇപ്പോഴത്തെ രാഷ്ട്രീയത്തില് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന പല നേതാക്കന്മാരും അവരുടെ ആ എന്താണ് ആ ഹ്യൂമിലിറ്റി ഇല്ലായ്മയിൽ അവർ തകർന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഐ ഡോണ്ട് വോണ്ട് ടു പോയിന്റ് ദാറ്റ് ഇൻസിഡൻസ്. ഞാനത് പറഞ്ഞതാണ്. നമുക്ക് ബൈബിളിൽ തന്നെ നോക്കാം. ദൈവം ഉയർത്തി, ആ താഴ്മയില്ലാത്തത് കൊണ്ട് അവർ തകർന്നു പോയി. ഒരുപാട് 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 ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. യേശു കർത്താവ് നമ്മൾ ആ ബൈബിള് പഠിക്കുമ്പോൾ യേശു കർത്താവ് എന്ന് പറഞ്ഞ യേശു കർത്താവിനെ മോഡലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പ്രശ്നം വരത്തില്ല. ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം, വിശുദ്ധ തിരുവെഴുത്ത്, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന തരത്തിൽ ആ യേശു കർത്താവ് എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിക്കാൻ നാം ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സക്സസ്ഫുൾ ആവാൻ പറ്റും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം മാത്യു 5, 6, 7 ഭാഗങ്ങളായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ഇരുത്തി ഓരോ വാക്കും പഠിക്കുമ്പോൾ നമ്മൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അത് ഇന്ന് നമ്മുടെ സഭകളിൽ വളരെ ആഴത്തില് മാസങ്ങളും ദിവസങ്ങളും എടുത്ത് പഠിപ്പിക്കേണ്ട ഒരു വലിയ ടീച്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ബിബ്ലിക്കൽ വേർഡ്സ് ബിൽറ്റ് ഫ്രം റേഷ്: ലീഡർഷിപ്പ്, ഹെഡ്ഷിപ്പ്, ബിഗിനിങ്, അതോറിറ്റി, ഡയറക്ഷൻ. അപ്പോ റേഷ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കുറെ ഉണ്ട്. നമുക്ക് വരുന്ന ദിവസം അത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആ എക്സാമ്പിൾസ് എഴുതി പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ എഴുതിയെടുത്താൽ മതി. റോഷ്, റേഷത്ത്, റൂഹ, റഖാമിം, റാഹ, റാം, റാഷ. ഈ വാക്കുകളെല്ലാം എബ്രായ പദങ്ങളാണ്. ഇതിൻ്റെ അർത്ഥവും ഇതെങ്ങനെ എഴുതണമെന്നും ഒക്കെ ഉള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇത് ഒരുമിച്ച് ഇരുന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് കണക്ഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കൊലോസിയർ 1:18, കൊലോഷ്യൻസ് 1:18, എഫേഷ്യൻസ് 5:23, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 and 8, 2 Corinthians 5:17, Mark 10:45, 1 Corinthians 10:12, Romans 8:14 ആൻഡ് അത്രേ ഉള്ളൂ. ഇത്രയും നമ്മൾ നോക്കി പഠിക്കുക. അപ്പോ ഒരു യഹൂദ ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ റേഷിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആരംഭിക്കാം. ഇപ്പൊ റേഷ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചല്ലോ, ഒരു നേതാവ്, അതോറിറ്റി, ലീഡർഷിപ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു എബ്രായ പദമാണ് റഖാമിം എന്നുള്ളത്. റ ഖ മിം, മേഴ്സി, കരുണ എന്നാണ്. അപ്പോ റേഷ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് മാത്രമല്ല, അത് കരുണയും കൂടി കാണിക്കുന്നു. അപ്പോ കരുണ ഇല്ലെങ്കിൽ, ഒരു നേതാവിന് ഒരു കരുണ ഇല്ലെങ്കിൽ ആ നേതാവ് റാഷ ആയിത്തീരും. RASH, റാഷ. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ ഈ റാഷ എന്ന പ്രയോഗം കാണാൻ പറ്റും. വിക്കഡ് എന്നാണ്, ദുഷ്ടൻ എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു നേതാവിന് അവന്റെ ഉള്ളിൽ കരുണയില്ലെങ്കിൽ അവൻ ദുഷ്ടനായിട്ട് തീരും. അപ്പോ ഒരു നേതാവ് എവിടെയാണ് ആദ്യം താഴേണ്ടുന്നത്? ദൈവത്തിന്റെ മുൻപിലാണ് താഴേണ്ടുന്നത്. അല്ലെങ്കിൽ അവന്റെ ഈഗോയിലല്ല അവൻ നിഗളിക്കേണ്ടത്, അവൻ
എന്താ ഒരു നേതാവിനുള്ള ക്വാളിറ്റികൾ എന്താണെന്ന് അവൻ തിരിച്ചറിയുമ്പോൾ അവനിൽ തന്നെ സ്വയം താന്ന് താന്ന് നിൽക്കുമ്പോൾ ദൈവം അവനെ പടിപടിയായിട്ട് ഉയർത്തും. അവന്റെ വഴികളൊക്കെയും ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദമായി തീരും. നമുക്ക് അടുത്ത അടുത്ത അക്ഷരം നോക്കാം. അടുത്ത അക്ഷരം ഷിൻ. ഓക്കെ, ഷിൻ അല്ലേ? ഒരു 3 വിരൽ ഉണ്ടോ? ആ 3 വിരലും അന്ന് കാണാൻ പറ്റും. അതേ കണക്കൊരു തീയുടെ ഒരു ഷേപ്പ് കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു W എഴുതി വെച്ചിരിക്കുന്നത് പോലെ തോന്നും. പക്ഷെ അങ്ങനല്ല എഴുതേണ്ടത്. ഞാനത് കാണിച്ചു തരാം എങ്ങനെ എഴുതേണ്ടത്. ഓക്കെ, W പോലെ കാണാൻ പറ്റും. ഷദായി എന്നൊരു വാക്ക് അതിൻ്റെ അകത്തുണ്ട്. ഷദായി. ഈ ഹിബ്രു പാരമ്പര്യം അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത, ഇത് 3ഉം ആണ് ഈ ഷഡായ്, ഈ ഷിൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന അതിൻ്റെ ഒരു വേറൊരു അർത്ഥവും കൂടി. നമ്മുടെ പ്രവൃത്തി, വാക്ക്, ചിന്ത, നമ്മുടെ പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ എല്ലാം സൂക്ഷ്മതയുള്ളതായിരിക്കണം. അപ്പോ അതിന്റെ വില എഴുതിക്കോ. 300. ശബ്ദം ഷ, ഷ, സ എന്ന കൂടെ ഒരു ഇതുണ്ട്. പിന്നെ ചിത്രാക്ഷര ശബ്ദം പല്ലുകൾ, ടീത്ത് എന്നാണ്. അർത്ഥം നാശം എന്നുണ്ട്. എൽ ഷഡ എന്നും കൂടെ ഒരർത്ഥമുണ്ട്. ഓക്കെ, നമുക്ക് അർത്ഥത്തിലേക്ക് പോകാം. അപ്പോ ഇവിടെ നമുക്ക് നോക്കുമ്പോ ഏർലി ഹീബ്രു നോക്കുമ്പോ അതൊരു പല്ലിന്റെ, വായുടെ ഒരു സംഭവമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദ ടൂത്ത് ഫ്രണ്ട് ഓഫ് ദ ടീത്ത്, ഈ പല്ലിന്റെ ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ മിഡിൽ ഹീബ്രു എഴുതുമ്പോഴും ഒരു W പോലെയാണ് എഴുതിയിരിക്കുന്നത്. ലേറ്റ് ഹീബ്രു എഴുതുമ്പോൾ ഏകദേശം ഒരു W പോലെ ആയിട്ടുണ്ട്. മോഡേൺ ഹീബ്രു ആണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന്റെ പിക്ടോഗ്രാഫ് മീനിങ് എന്ന് പറയുന്നത് പല്ല് എന്നാണ്. മീനിങ്, അർത്ഥം ഷാർപ്പ്, മൂർച്ചയുള്ള, അമർത്തി പൊട്ടിക്കുന്ന എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഈറ്റ് എന്നൊരർത്ഥമുണ്ട്. അത് ചവച്ച് കഴിക്കുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. പൊട്ടിക്കുക, അതിനെ അങ്ങ് പൊട്ടിച്ച് ആക്കുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പൊ ബറഷീത്ത് എന്ന് പഠിക്കുമ്പോൾ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം ബറഷീത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ബറഷീത്ത് എന്നുള്ള പദത്തില് ബ റ ഷിൻ എന്നുള്ളൊരു പദമുണ്ട്. ഷിൻ എന്നൊരു വാക്കുണ്ട്. ആ ഷിന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പോ ബറഷീത്ത്, അതായത് വീട്ടിൽ ഉള്ള തലവനായ വ്യക്തിത്വത്തെ തകർത്തു. ആര് തകർത്തു? എവിടെ തകർത്തു? അതാണ് നമ്മൾ പഠിക്കാൻ. അപ്പോ ഷർട്ടിന്റെ ഷ് ഓർത്താ മതി, സൗണ്ട്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഷർട്ടിന്റെ ഷ് എന്ന് ഓർത്താൽ മതി. പിന്നെ സിന്നിന്റെ സ് എന്നോട് ഓർത്താൽ മതി. അപ്പോ ഇത് വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിച്ചേ. താഴെ ഷ ഉ മ ര, ഷമോർ. കുറച്ചും കൂടി സിസ്റ്റർ ട്രൈ ചെയ്യുന്നോ? നോക്കാം ബ്രദറെ. ദാറ്റ് ഈസ് ബ ഷ ദാലായിരുന്നോ? ഉ ഉ ഉ യോ ഓക്കെ. വാവ് ഷ ഉ മാർ, ഷോമർ, 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 ഡാലത്ത്,
അടുത്ത പദം ഡ ഡ ഡാലത്ത് ഡാലത്ത് ഇസ്രായേൽ. What is the other one next to the Guardian ta? of the door of Israel. Israel. Israel, I could Ah. read. Israel. Israel. Okay. Shomer, Yomer Dalati. Dalat Israel. ഇത് ഇവരെപ്പോഴാണെന്നറിയോ ഇത് പറയുന്നേ? ഇവർ ഈ റോഷ് ഹഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മെസൂസ എടുത്തിട്ട് ഈ ഡോർ പോസ്റ്റിൽ ഒട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഈ മെസൂസ ഒട്ടിക്കുമ്പോൾ ഇവര് പറയുന്ന ഒരു ഇതാണിത്. അതായത് ഞങ്ങളുടെ വീടിന്റെ ഗാർഡിയൻ ആരാണ്? താഴെ ഉണ്ട്, ഒന്ന് വായിക്ക്. നമ്മുടെ ഈ ഷാ എടുത്ത് താഴോട്ട് വെച്ചു, ഈ Shaddai. ഡാലത്തിന്റെ ഡാ എടുത്ത് താഴോട്ട് വെച്ചു, ഇസ്രയേലിന്റെ ആ ആ ആ യോത് എടുത്ത് താഴോട്ട് വെച്ചു. അന്നേരം എന്തോ വായിച്ചു അവിടെ? Shaddai. നമുക്ക് പറയണമെങ്കിൽ ഇനി ഒരുപാട് പറയണം, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. നമുക്ക് എന്നാലും ഒരു സംഭവം കൂടെ നോക്കാം. ബറൂഹത്ത് അദോനായി എലോഹിം മലക് ഹa'olam അശേർ കിദേഷ് ഷഹാനു ബിമിത്സോതാv വിത്സിദേവു ലിക്ബോa mezuzah. Blessed are you, Lord our God, King of universe, who sanctified us with his mitzvah and commandments us to affix a mezuzah. ഇത് എന്തുവാണ് ചെയ്തിരിക്കുന്നത്? ഇത് അവർ ആ മെസൂസ ഒട്ടിക്കുമ്പോ, വീട്ടിൽ അത് ഒട്ടിക്കുമ്പോ, മെസൂസ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് യഹൂദന്മാരുടെ, അതിൻ്റെ അകത്ത് അവരത് എഴുതിയിട്ടുള്ള സംഭവമാണ് ഷദായ്. അത് അവർ ഒട്ടിക്കുമ്പോൾ ഇത് വായിച്ചിട്ട് ഇത് പറഞ്ഞിട്ടാണ് അവർ ഒട്ടിക്കുന്നത്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആരാണ് ആദ്യമേ ഷദായ് എന്ന് പറഞ്ഞത്? ആരാണ് ആദ്യമേ ദൈവത്തെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ദൈവം പരിചയപ്പെടുത്തി? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തില് പോകുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ യാഹ്വേ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവം എൽ ഷഡായ്, എൻ്റെ മുൻപാകെ നടക്കുക, കുറ്റമറ്റവനായിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് തൻ്റെ വ്യക്തിപരമായ നാമമായ യാഹ്വേ വെളിപ്പെടുത്തുന്നതിന് മുൻപ് ഗോത്രപിതാക്കന്മാർക്ക്, അതായത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദൈവം ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബൈബിളിലെ മറ്റേതൊരു പുസ്തകത്തെക്കാളും ഷദായ് എന്ന പേര് യോബിന്റെ പുസ്തകത്തിലും പ്രധാനമായും ഉപയോഗിച്ചിട്ടുണ്ട്. എൽ ഷദായ്, സർവശക്തനായ ദൈവം എന്ന് പലപ്പോഴും നമ്മുടെ പുസ്തകത്തിലൊക്കെ വിവർത്തനം ചെയ്യപ്പെടുന്നു. ഇതാദ്യമായി ഉപയോഗിച്ചത് ദൈവം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ. അപ്പോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഷിന്നിനെ കുറിച്ച് നമുക്ക് കുറച്ച് പഠിക്കാം. അപ്പോൾ ഷിൻ എന്ന് പറയുമ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും എന്താണ്? ഒരു അഗ്നിയുടെ നാളം, അല്ലേ? ഒരു അടയാളം, ഒരു ദിവ്യനാമത്തിന്റെ അടയാളം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഫയർ, ദ മാർക്ക് ഓഫ് എ ഡിവൈൻ നെയിം, ആൻഡ് യു ക്യാൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണം. അപ്പോ പിക്ടോഗ്രാഫിക് മീനിങ് എഴുതിക്കോ. പിക്ടോഗ്രാഫിക് മീനിങ്ങിൽ നമ്മൾ പഠിച്ചു, ടീത്ത് എന്നുണ്ട്, ഫയർ എന്നും കൂടി അർത്ഥമുണ്ട്, പിന്നെ കൺസ്യൂമിങ് പവർ, ദഹിപ്പിക്കുന്ന ശക്തി.
പക്ഷെ ഈ ദഹിപ്പിക്കുന്ന ശക്തി, അഗ്നി, മോശ അത് കാണുമ്പോ അതിൽ കത്തിക്കൊണ്ടിരിക്കുന്നു, മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഒരിക്കലും കരിഞ്ഞു പോകുന്നില്ല. നമ്മളിലേക്ക് ഈ ശക്തി അടുത്തേക്ക് വരുമ്പോ നമ്മളെ ഒരിക്കലും കത്തിച്ച് കളയുവാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതിൽ കൂടെ നമ്മളെ ശോധന ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുവാനാണ്. ഡേവിഡ് ഒരു തെറ്റ് ചെയ്തു, ദാവീദ് ഒരു തെറ്റ് ചെയ്തു. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, എടുത്തു പോയി പറഞ്ഞു, ദൈവത്തിനോട് പോയി പറ. നാഥാൻ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നോട് ദൈവം ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഡേവിഡ് പോയിട്ട് എന്ത് ചെയ്യുന്നത്? മാനസാന്തരപ്പെടുന്നത്. മാനസാന്തരമാണ് ദൈവം നോക്കുന്ന ഏറ്റവും വലിയ കാര്യം. എന്തിനാണെന്നറിയാമോ? നമുക്ക് പരിശുദ്ധ റൂഹയെ തരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ തീയിലേക്ക് വലിച്ചെറിയാനല്ല ദൈവത്തിന് ആഗ്രഹം. ദൈവം നമ്മൾ തെറ്റ് വെട്ടിപ്പോയാലും നമ്മളെ അവിടുന്ന് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും നമ്മളെ കഴുകി വൃത്തിയാക്കി നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ രൂപമാക്കി, യേശു കർത്താവിന്റെ രൂപത്തിലേക്ക് അനുരൂപപ്പെടുത്തുവാനാണ് നമ്മളെ പരിശുദ്ധ റൂഹ ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഞാന് പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. നോഹയുടെ പുത്രന്മാരും നോഹയും ഒക്കെ ഭൂമിയിൽ ഇറങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? അവര് വംശമായി പെരുകി. ആ വംശത്തിൽ ഒരുവനുണ്ടായി, അവന്റെ പേരാണ് നിമ്രോദ്, അല്ലെ? ഈ നിമ്രോദ് എന്ത് ചെയ്തു? ബാബേൽ ഗോപുരം കെട്ടിയപ്പോ ദൈവം പറഞ്ഞു, ബാ നമുക്ക് ചെന്നിട്ട് മൊത്തം തകർത്തെറിയാം എന്ന് പറഞ്ഞു. ഇല്ല, അവിടെ എന്താ ചെയ്തത് ദൈവം? പറഞ്ഞു, നമുക്ക് ഭാഷ കലക്കി കളയാം. ദൈവം അവരെ തീ കത്തിച്ച് കളഞ്ഞില്ല, അവരെ നിത്യ ന്യായവിധിയിലേക്ക് എറിഞ്ഞു കളഞ്ഞില്ല, അവരെ മറ്റൊരു തരത്തിലും ദൈവം നശിപ്പിച്ച് കളഞ്ഞില്ല. അവരുടെ ഭാഷ കലക്കി അവരെ ചിഹ്നിപ്പിച്ചു, ഭൂമിയുടെ അതിരുകളിലേക്ക് അവരെ ചിഹ്നിപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ റൂഹയിൽ അവരെല്ലാം ഒന്നിച്ചു കൂടുന്നതായിട്ട് കണ്ടു യെരുശലേമിൽ. നമുക്ക് ചരിത്രപരമായ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനുമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് അതിനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുരാതന എബ്രായ ഭാഷയുടെ ആ ചിത്രാക്ഷര രൂപത്തിൽ നമുക്ക് ഷിൻ എന്നുള്ള അക്ഷരത്തെ കാണുവാൻ പറ്റും. ഷിന്നിനെ ഒരു പല്ല് ആയിട്ട് നമുക്ക് കാണുവാൻ പറ്റും, പല്ല് എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പോൾ അതിന്റെ കോർ ഐഡിയ, അതിന്റെ ആ പല്ല് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. എന്തൊക്കെയാണ്? കൺസ്യൂമിങ്, ദഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഡിവോറിങ്, ബ്രേക്കിംഗ് ഡൗൺ, ട്രാൻസ്ഫോമിങ്, ഫയർ, പ്രഷർ ദാറ്റ് പ്രൊഡ്യൂസസ് ചേഞ്ച് എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോ നമുക്കതിന്റെ മലയാളം നോക്കാം. മലയാളം നോക്കിക്കഴിഞ്ഞാൽ ഉപഭോഗം, വിഴുങ്ങിക്കളയുക, തകർത്തു കളയുക, രൂപാന്തരപ്പെടുത്തുക, തീ എന്നൊരർത്ഥമുണ്ട്. പിന്നെ മാറ്റം സൃഷ്ടിക്കുന്ന സമ്മർദ്ദം എന്നൊരർത്ഥമുണ്ട്. മാറ്റം സൃഷ്ടിക്കുന്ന സമ്മർദ്ദം എന്നൊരർത്ഥമുണ്ട്. അപ്പോ ഈ പല്ലില് നമ്മളൊരു ആഹാരം കഴിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ എന്തിനാ ആഹാരം കഴിക്കുന്നത്? നമ്മളുടെ ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, നമ്മള് ഒരു മനോഹരമായ കേക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ കേക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കേക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ കേക്ക് എടുത്ത് നമ്മൾ വായിൽ വെച്ചു, നമ്മൾ ചവയ്ക്കാൻ ആരംഭിച്ചു. അപ്പൊ നമ്മൾ കണ്ടതുപോലെയാണോ ആ കേക്ക് നമ്മുടെ വായിൽ നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്? അല്ല, അതിന് രൂപം മാറും, അതിന്റെ ഭാവം മാറും. അതിനെ ചവച്ച് അരച്ച് പൊടിച്ച് നമ്മൾ മാറ്റുന്നു.
അപ്പൊ ഈ അർത്ഥം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു ആശയം നിങ്ങളുമായി എനിക്ക് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷിൻ എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. എന്നിട്ട് എന്തായിരിക്കും ഞാൻ ഈ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇപ്പൊ കേക്ക് നമ്മൾ കണ്ടതുപോലെയല്ല നമ്മുടെ വായിലേക്ക് വന്നത്. നമ്മളത് ചവച്ചരച്ച് പൊടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അത് കഴിച്ചപ്പോൾ അതിലുള്ള സത്ത നമ്മുടെ ശരീരത്തിൽ വന്നു. അപ്പോൾ അതിൻ്റെ അത് ചീസ് ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, അതിൽ മുട്ടയുടെ അംശം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മളെ നറിഷ് ചെയ്യാൻ, നമ്മളെ ഉത്തേജിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭാഗമായിട്ട് ഇത് മാറിക്കഴിയും. അപ്പോൾ ടീത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. പിക്ടോഗ്രാഫിക് മീനിങ്ങിന്റെ ഈ അർത്ഥം നമ്മൾ പടിയായിട്ട് നമ്മൾ ഇതിന്റെ ആശയത്തെ നമ്മൾ വിപുലീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 300 എന്നാണ്. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ ഡിവൈൻ പവർ കംപ്ലീഷൻ ത്രൂ ഫയർ. അതായത് 300 എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവികമായ ശക്തിയെ കുറിച്ച് ഇതിനെ കാണിക്കുന്നു. അതേപോലെ തന്നെ തീയിൽ നിന്നും പുറത്തേക്ക് പൂർണ്ണത പ്രാപിച്ചു വന്ന ഒരു പരിപൂർണത എന്നൊരർത്ഥമാണ് ഷിൻ. അപ്പോ ബിബ്ലിക്കലായിട്ട് 300-നെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് എങ്ങനെയൊക്കെയാണ്? ഗിദെയോന്റെ 300 പോരാളികളെ നമുക്ക് കാണുവാൻ പറ്റും. ഗിദെയോന്റെ 300 പോരാളികളെ. ഈ 300 പോരാളികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആരാണ് യുദ്ധം ചെയ്തത്? ദൈവികമായ ഒരു യുദ്ധമാണ്. ഗിദെയോന് 300 പോരാളികൾ ഉണ്ടായിട്ടും അവിടെ ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ ആ നമ്പരല്ല, 300 എന്നുള്ള സംഖ്യയല്ല, ദൈവത്തിന്റെ കരമാണ് അവിടെ പ്രയോഗിച്ചത്. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് 300-ഓ 400-ഓ 500-ഓ പടയാളികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഇന്റർവെൻഷനാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. കംപ്ലീഷൻ ത്രൂ ടെസ്റ്റിംഗ് ആൻഡ് റിഫൈൻമെന്റ്. ഈ 300 എന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴും ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് തിളക്കപൂർണമാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത, ഒരു കാര്യം പറഞ്ഞു വെക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്നത് വേദനയുടെ, രോഗത്തിന്റെ, സംശയത്തിന്റെ, നാളെ എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ സമയത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവം ഉത്തരങ്ങളായിട്ട് തരുവാൻ പോകുന്നു. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്തായിക്കോട്ടെ, ആ അവസ്ഥയിൽ നിന്നും ദൈവം ഇപ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇപ്പോൾ നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോടും പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ പോവുകയാണ്. ആ അവസ്ഥയിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ 300, the 300 points to power released through obedience and refinement. നമ്മുടെ ഉള്ളിൽ നിന്നും ആ ശക്തി പുറപ്പെടാൻ പോകുന്നു. എങ്ങനെയാണ്? നമ്മളുടെ ആ അനുസരണത്തിലും നമ്മളെ തന്നെ താഴ്ത്തി അവിടെ റിഫൈൻമെന്റിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. അപ്പോ നമുക്ക് പ്രോഫറ്റിക് ലെയർ നോക്കാം. ഈ പ്രോഫറ്റിക് ലെയറിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഫയറിനെ കുറിച്ച് നമ്മൾ തുടക്കം പറഞ്ഞു. അർത്ഥത്തിൽ ഫയർ ദാറ്റ് പ്യൂരിഫൈസ് ആൻഡ് എസ്റ്റാബ്ലിഷസ്. ആ തീ എന്തിനാ? നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. പ്രോഫറ്റിക്കലി ഷിൻ റെപ്രസെന്റ്സ് ഗോഡ്സ് റിഫൈനിങ് ഫയർ. ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന അഗ്നിയെ കാണിക്കുന്നു. പിന്നെ ജഡ്ജ്മെന്റ് ദാറ്റ് ക്ലെൻസസ്. ദൈവത്തിന്റെ ഒരു ന്യായവിധിയുണ്ട്. എന്തിനാണ്? നശിപ്പിക്കുവാനല്ല, നമ്മളെ ശുദ്ധീകരിക്കുവാൻ. പ്യൂരിഫിക്കേഷൻ ഓഫ് മോട്ടീവ്സ്. നമ്മളുടെ അകമേയുള്ള ഇച്ഛകളെ എല്ലാം
ദൈവം ശുദ്ധീകരിക്കുക, നമ്മുടെ വ്യക്തിത്വത്തെ ട്രാൻസ്ഫോം ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഐഡന്റിറ്റി, ഡിവൈൻ പവർ അറ്റ് വർക്ക് ഇൻ ക്രൈസിസ്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനുള്ള ദൈവികമായ കരുത്ത്, അതേപോലെ തന്നെ ഹോളി പ്രഷർ ദാറ്റ് പ്രൊഡ്യൂസസ് കോളിംഗ്. ദൈവികമായ ആ ശക്തി, ആ പ്രഷർ തന്ന് നമ്മുടെ വിളിയെ ഒന്നും കൂടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വിളിയാണ് ഷിൻ ഇവിടെ കാണുന്നത്. ഷിൻ ഡസ് നോട്ട് മിയർലി എക്സ്പോസ്, ഇറ്റ് ചേഞ്ചസ്. ഷിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, ആ തീ എന്ന് പറയുന്നത് എക്സ്പോസ് ചെയ്ത് നമ്മളെ അങ്ങ് കരിച്ചു കളയുന്നതിനല്ല, നമ്മളെ ചേഞ്ച് ചെയ്യുന്നതിനാണ്. അപ്പം നമുക്ക് അതിന്റെ 4ാമത്തെ സ്പിരിച്വൽ മീനിങ് പഠിക്കാം. ഫയർ ഓഫ് ഗോഡ് അറ്റ് വർക്ക്. ദൈവത്തിന്റെ തീ എന്തിനാ? നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ ക്രിയാത്മകമായ നിലപാടിലേക്ക് കൊണ്ടുപോകുവാൻ. എന്തിനാ? നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ, ദൈവത്തിനോടുള്ള അടങ്ങാത്ത നമ്മുടെ ആസക്തിയെ വർദ്ധിപ്പിക്കുവാൻ, നമുക്ക് തീക്ഷ്ണത തരുവാൻ, ആത്മീയമായിട്ടുള്ള ശക്തി നമ്മളിൽ നിറയുവാൻ, അതേപോലെ തന്നെ പ്രചോദിതമായ ആത്മീയ ബോധത്തിലേക്ക് നയിക്കുവാനെല്ലാം ഷിൻ, ദൈവത്തിന്റെ തീ, നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് എ ഫയർ ദാറ്റ് റിമൂവ്സ് ഇംപ്യൂരിറ്റി. ആ തീ നമ്മുടെ മലിനതകളെ എല്ലാം നീക്കുന്നു, നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു, നമ്മുടെ വിളിയെ ഒന്നും കൂടി നമുക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നു, ഒന്നും കൂടി നമ്മളെ ജ്വലിപ്പിക്കുന്നു, നമ്മുടെ വിളിയെ ജ്വലിപ്പിക്കുന്നു. നമ്മുടെ ആരാധനയുടെ വിറകും അല്ലെങ്കിൽ ആരാധനയുടെ ഇന്ധനമാണ് ഷിൻ, അല്ലെങ്കിൽ ആ പറയുന്ന തീ എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ സമൃദ്ധമായ ആ സാന്നിധ്യ ബോധമാണ്, അല്ലാതെ ഒരു പാസീവായിട്ടുള്ള ഒരു നിസ്സംഗമായ ഒരു വിശ്വാസമല്ല, ഒരു ആത്മീയമായ നിറയുന്ന ഒരു ദൈവബോധമാണ് ഷിന്ന്. അപ്പോ ഷിന്നെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ കാണുന്നത് ഒരു 3 വേർട്ടിക്കൽ പോയിന്റിൽ നമുക്ക് കാണുവാൻ പറ്റും അല്ലെ. അത് എന്തൊക്കെയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? 3 എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയുന്ന ആ 3 തരത്തിലുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്? വൈറ്റ് ബോർഡ്. അപ്പൊ റേഷ് നിങ്ങൾ എഴുതിയത് കണ്ടു. അതേപോലെ തന്നെ നിങ്ങൾ ഷിന്ന് കാണാൻ പോവാണ്. ഷിന്ന് ഞാനിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഷിൻ. ജോഷി സാറേ എളുപ്പമല്ലേ? ജോഷി സാർ എളുപ്പമല്ലേ? കണ്ടോ? സുമ, ഓമനാമേ, എല്ലാവർക്കും നോക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കണ്ടോ? കണ്ടോ? ഇത്രേ ഉള്ളൂ ഷിൻ. അപ്പൊ ഈ ഷിന്ന് നിങ്ങളിങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ വരുന്നത്? ഷിൻ. ഒരു അഗ്നിനാളം ജ്വലിച്ച് മുന്നോട്ട് വരിക അല്ലേ? അല്ലെ, കത്തി മുകളിലേക്ക് പടരുന്ന ഒരു അഗ്നിനാളത്തെ, ഒരു തീയെ കാണാൻ പറ്റും. പിന്നെന്താ കാണാൻ പറ്റുന്നേ? പിന്നെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നേ? സ്വർഗം ഭൂമിയിലേക്ക് തൊടുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹെവൻ റീച്ചിങ് എർത്ത്. അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്, അതിന്റെ അർത്ഥത്തിനുണ്ട്. ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? ഈ 3 വേർട്ടിക്കൽ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇത് ഏതൊക്കെ അക്ഷരങ്ങളാ ഇതിനകത്ത് ഫോം ചെയ്തിരിക്കുന്നേ?
ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇതിനകത്ത് ഫോം ചെയ്തിരിക്കുന്നത്? Vav, Yod. ആദ്യം പറഞ്ഞതാ ശരി. യോതില്ലപ്പാ, 3 വാവാണ്. 3 വാവ് തന്നെയാണ് കേട്ടോ. എന്നാൽ യോതെന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. നോക്കിയേ, കണ്ടോ? യോതെന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു വര എത്രേ ഉള്ളൂ, ഉണ്ടോ? ഒരു വര. പക്ഷെ അതല്ല ഇവിടെ ഇട്ടിരിക്കുന്നത്, കണ്ടോ? മൂന്ന് വാവ് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ക്ലാസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് 3 ഫ്ലെയിംസ് എന്ന് പറയുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? 3 എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരാൻ പറ്റും? എന്നമ്മാമേ, ക്യാൻ യു ട്രൈ? ട്രിനിറ്റി. കേട്ടില്ല? ട്രിനിറ്റി. യാ, വെരി ഗുഡ്, ട്രിനിറ്റി. ദെൻ എന്നമ്മാമേ. സമാഗമത്തിന്റെ 3 ഭാഗങ്ങൾ. ഓ, പ്രാകാരം. സ്പിരിറ്റ് ബോഡി, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. സ്പിരിറ്റ് ബോഡി ആൻഡ് ഫ്ലഷ്. വെരി ഗുഡ്. ഓക്കെ, ഈ പോയിന്റ് ഒക്കെ എഴുതിക്കോ. നിങ്ങൾ എല്ലാവരും എഴുതിക്കി. പറയുന്ന പോയിന്റ് എല്ലാം കറക്റ്റ് ആണ്. കർത്താവ് പറഞ്ഞ പോലെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നുള്ള 3 ഭാഗം. ആമേൻ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ ആത്മാ, വഴിയും ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ഓക്കെ ഓക്കെ. അബ്രഹാം, ഐസക്, ജേക്കബ്, അതും കൂടെ എഴുതിക്കോ. 3 പാത്രിയാർക്കീസ്. അത് കഴിഞ്ഞ് തോറ, പ്രോഫറ്റ്സ്, റൈറ്റിംഗ്. യേശു കർത്താവ് പറഞ്ഞു പ്രവാചകന്മാർ, എഴുത്തുകൾ. അതേ കണക്ക് തന്നെ പഴയ നിയമം, പഴയ തോറ. ഇവർ 3ലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈബിൾ തിരുവചനം എന്ന് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇതിന് 3നെയും അടയാളപ്പെടുത്താം. 3ഉം ആ ഒരു ലെറ്ററിന്റെ അകത്ത്, ഓൾ യൂണിഫൈഡ് ഇൻ ടു 1 ലെറ്റർ, 1 ഡിവൈൻ പർപ്പസ്. അപ്പോ ഇതിന്റെ ഞാൻ പ്ലീസ് ജോഷി സാറ് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ജോഷി സാറ് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ. നമുക്ക് ഇതിന്റെ എബ്രായ കുറച്ച് വാക്കുകൾ പഠിക്കാം. നമുക്ക് അടുത്ത ദിവസമാണ് അത് എഴുതി പഠിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാനത് പറഞ്ഞു പോകാം. ഷെം, ഷമായം, ഷലോം, ഷക്കാൻ, ഷെഫർ, ഷഫാത്ത്, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നമുക്ക് അടുത്ത ദിവസം എഴുതി പഠിക്കാം. അതിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് കണക്ഷൻ നിങ്ങൾ എഴുതിക്കോ. ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2, Hebrews chapter 12, 29 verse, 1 Corinthians 3:13, Matthew 3:11, Romans 12:2. ഇത്രയും എഴുതിക്കോ. അപ്പോ നമുക്ക് പഠിക്കാം. എന്ത് പഠിക്കാം? ദ മിസ്റ്റിക്കലി, മർമ്മപരമായ ഷിൻ ഉൾക്കൊള്ളുന്ന ചില അർത്ഥങ്ങൾ. അബ്രഹാമിന്റെ ആ ഹ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മിസ്റ്റിക്കൽ, ഒരു മർമ്മോ ഞാൻ ഈ പറയുന്നത്. അപ്പോ ഞാനിത് UK ക്ലാസ്സുകൾ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ അവരെങ്ങനെ ചോദിച്ചു, സാറേ അബ്രഹാമിന്റെ അകത്ത് എങ്ങനെയാ ഷിന്നുണ്ടാവുന്നതെന്ന്. ഞാൻ പറഞ്ഞ ഷിന്നല്ല, അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രാം എന്ന് വിളിച്ചിട്ട് ഞാൻ ഇന്നു മുതൽ നിന്നെ അബ്രാം എന്നല്ല അബ്രഹാ ആക്കുന്നു. ആ ഹ എന്നുള്ളത് ദൈവത്തിന്റെ കൺസ്യൂമിങ് പവറാണ്. അപ്പോൾ ആ കൺസ്യൂമിങ് പവർ കയറ്റിയപ്പോൾ അബ്രഹാമായിട്ട് മാറി. അതേപോലെ തന്നെ ഷിന്ന് സാറയിൽ ആഡ് ചെയ്തപ്പോൾ സാറാ ആഡായിട്ട് മാറി. അപ്പോൾ ഗോഡ് ഇൻസേർട്സ് ഹിസ് ഫയർ ഇൻ ടു ഹ്യൂമൻ ഐഡന്റിറ്റി. ദൈവത്തിന്റെ തീയ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ആഡ് ചെയ്തപ്പോ ആ ആഡ് ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങൾ പിന്നെ മാറി. അവർ ലോകത്തെ മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റുന്ന ആൾക്കാരായിട്ട് മാറി.
The name Shaddai begins with Shin. അതായത് ഷഡായ് എന്നുള്ള ആ വാക്ക് ആരംഭിക്കുന്നത് ഷിന്ന് എന്നുള്ള അക്ഷരത്തിലാണ്. അതായത് ഗോഡ് ആസ് ഓൾ സഫിഷ്യന്റ്. അതായത് ദൈവം എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണനാണ്. സർവശക്തനായ ദൈവം, എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണനായ ഒരു ദൈവം. അതേപോലെ തന്നെ പവർഫുൾ, ശക്തൻ, അതേപോലെ തന്നെ സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു ദൈവം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അതേപോലെ തന്നെ മെസൂസ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാർക്കിംഗ് യഹൂദന്മാർ അവരുടെ വീട്ടില് വെക്കുന്നുണ്ട്. അതിനെ അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ സാന്നിധ്യം, ഉടമ്പടിയുടെ ഒരു ദൈവം മനുഷ്യനുമായി ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഉടമ്പടിയുടെ ഒരു രൂപമായിട്ടും അവർ അതിനെ കരുതി പോകുന്നു. അപ്പോ ഷിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പരിപൂർണമായും നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മളെ എംപവർ ചെയ്യുന്നതാണ് ഷിൻ. അപ്പോ ഷിന്നുമായിട്ടുള്ള ആ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അടുത്തത് നമുക്ക് തവ് എന്നുള്ള പദമാണ്, അക്ഷരമാണ് പഠിക്കേണ്ടത്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോ ഞാൻ അതിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഓക്കെ, കണ്ടോ? തവ്. അപ്പൊ തവ് എന്ന് എഴുതുമ്പോ അതിൻ്റെ അകത്ത് ഏതൊക്കെ അക്ഷരമാണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ കണ്ടല്ലോ. ടവ്, വ്, ടവ്, ഉ, വ്, ഉ, വ്, ഉ. ഈ വാവ് എന്നുള്ള അക്ഷരം ഉണ്ട്. അപ്പൊ വാവിന്റെ സൗണ്ടുകളാണ് ഞാൻ ഇട്ടത്. ഉ എന്നുണ്ട്, വ് എന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. ഞാൻ ഈ ശബ്ദങ്ങൾ ഇനി എൻ്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള നമ്മുടെ ഒരു 1.25 മാസം, അതായത് ഈ ജനുവരിയും നമ്മൾ ക്ലാസ് നിർത്തുന്നത് വരെ ഉള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇതിന്റെ പ്രാക്ടീസ് നടത്തും. ഈ പ്രാക്ടീസ് നടത്തുമ്പോൾ നമ്മൾ സൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് പഠിക്കണം. ആലഫ് പഠിക്കുമ്പോൾ ആ എ ഉണ്ട്, അതേപോലെ തന്നെ ഐന് ഉണ്ട്, എ എന്നുള്ള സൗണ്ട്. അപ്പോൾ ചിലയിടത്ത് ഐൻ കയറി വരും. അപ്പൊ അത് സൂക്ഷിക്കണം, മനസ്സിലാക്കണം. പിന്നെ വാവ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ്. ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന അക്ഷരം ഏതാ? പരീക്ഷയ്ക്ക് ബോണസ് മാർക്ക് ഇപ്പോഴേ ഞാൻ തരുന്നതായിരിക്കും അത് പറയുന്നവർക്ക്. എന്തോ? അല്ല, തെറ്റ്. ആരത് പറഞ്ഞേ? ജോഷി. ജോഷി സാറിന് 10 മാർക്ക് നെഗറ്റീവും കൂടെ കയറ്റുക. ഞാൻ തമാശ പറഞ്ഞു കേട്ടോ. ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരം 10th ലെറ്റർ അല്ലേ സാറേ? ടെത്ത്. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു. 10th ലെറ്റർ അല്ലേ? ടെത്ത് എന്ന് പറയുന്നത് നമ്മള് ഒരു നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്ഷരം കൂടിയാണ്. ഒരു പാമ്പ്. ടെത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പാമ്പ് എന്നാണ്. അതിന്റെ ചിത്രാക്ഷരവും പാമ്പ് എന്നാണ്. അപ്പൊ അതൊരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ്. പരീക്ഷയ്ക്ക് ഞാൻ ചോദിക്കും. അപ്പോ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. ടാവ്. ഓക്കെ, ടാവ്. അപ്പോ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, അല്ലെ? പക്ഷേ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ യോഹന്നാനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആൽഫയും ഒമേഗയും എന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ
ആലഫ് തൗ എന്നാണ് പറഞ്ഞത്. കാരണം ഈ ആലഫ് തൗ എന്ന് പറയുമ്പോൾ യോഹന്നാൻ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ യോഹന്നാനെ കുറിച്ച് ഞാൻ ഓമനാമ്മ എടുത്തൊരു ചോദ്യം ചോദിച്ചു. പേടിക്കാൻ. യോഹന്നാൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്നാപ യോഹന്നാൻ അല്ല, ശിഷ്യനായ യോഹന്നാനെ കുറിച്ച് എന്താണ് ഓമനാമ്മ മനസ്സിലാക്കിയിരിക്കുന്നത്? കർത്താവിനോട് ദൈവത്തിന്റെ ഹൃദയമിടിച്ചു. അല്ല അതൊക്കെ വരാം. നമുക്ക് അത് മാറ്റിയിട്ട് ഇവരെ എവിടെ വെച്ചാ കാണുന്നേ? മരുഭൂമിയില് വിളിച്ചു പറയേണ്ടവന്റെ ശബ്ദം. സെബദിയുടെ പുത്രനായിട്ടുള്ള ഒരാളാണ് യോഹന്നാൻ. ഓ അവരൊക്കെ എവിടെ വെച്ചാ കാണുന്നത്? കടപ്പുറത്ത് വെച്ചാ കാണുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഒരുപാട് പേരുടെ ധാരണ എന്ന് വെച്ചാല് ഇവര് മുക്കുവന്മാരാ, ഇവർക്ക് ഒന്നും അറിയത്തില്ല, മുക്കുവന്മാരാ, കടലിൽ വരിക എന്നായിരുന്നു. നോ, അത് തെറ്റാണ് കേട്ടോ. യഥാർത്ഥത്തില് ഇവര് മുക്കുവന്മാരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ തിരക്കി പോകുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് യോഹന്നാനെ കുറിച്ച് പഠിക്കേണ്ടത്. യോഹന്നാൻ എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഫാമിലി മെമ്പർ ആയിരുന്നു യോഹന്നാന്റെ അമ്മയുടെ വീട്ടുകാര് പുരോഹിത ത്തിലുള്ള ആൾക്കാരുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരുന്നു. യെരുശലേമിലുള്ള ചില പ്രീസ്റ്റുകളുമായിട്ട് നല്ല കണക്റ്റീവ് ആയിരുന്നു ഈ കുടുംബം. 1. 2, ഗലീലയിൽ നല്ല മീൻ കിട്ടും. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ രുചിയുള്ള മീൻ കിട്ടുന്ന സ്ഥലമാണ് ഗലീല തടാകം. അതേപോലെ തന്നെ അവിടെയൊക്കെ പോയി മീൻ പിടിച്ചിട്ട് യെരുശലേമിൽ കൊണ്ടുപോയി, അന്ന് റോമൻ ആധിപത്യം ഉണ്ടായിരുന്ന എല്ലാ സ്ഥലത്തേക്കും ഇവർ മീൻ കയറ്റി അയക്കുമായിരുന്നു. പക്ക നമ്മുടെ ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറഞ്ഞ എക്സ്പോർട്ടിങ് ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ചെയ്തിരിക്കുന്ന വലിയ ഒരു നല്ല റിച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തികളായിരുന്നു ഇവര്. അപ്പൊ അവര് കടലിൽ മാത്രം സെബദി വിട്ടിട്ടില്ല, അവരെ പഠിക്കാനും പോയി. അവരെവിടെ പോയി പഠിക്കാൻ? അവരുടെ സ്കൂളുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്കൂളുകളിൽ പോകുമ്പോൾ യഹൂദ ബാലന്മാർക്ക് അവർ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? ആലഫ്, ബെയ്ത്ത്, ഗിമൽ, ഡലത്ത് എന്നും പറഞ്ഞ് 22 അക്ഷരങ്ങൾ പഠിപ്പിക്കും. അതിന്റെ സ്പിരിച്വൽ മീനിങ് പഠിപ്പിക്കും. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർ പഠിപ്പിക്കും ബറഷീത്ത് ബാറ യത്. അപ്പൊ അവരവിടെ പഠിപ്പിക്കുമ്പോൾ പറയും, ദൈവം ആദ്യമേ ആകാശം സൃഷ്ടിക്കുന്നതിന് മുൻപേ 22 എബ്രായ അക്ഷരങ്ങൾ ദൈവം സൃഷ്ടിച്ചു. അപ്പോ ഞാൻ വരട്ടെ. യേശു കർത്താവ് അവസാനം പറഞ്ഞു, ഞാൻ ആലഫ് തൗ എന്ന് പറഞ്ഞപ്പോ എന്താണ് യോഹന്നാൻ അല്ല, ജോൺ അല്ല, യോഹന്നാൻ മനസ്സിലാക്കിയത് എന്താ? ഇന്നലെ രാത്രി ഞാന് ഏകദേശം 1 മണിയോടടുപ്പിച്ച് രാത്രി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് 2 സ്ക്രീൻഷോട്ട്സ് ഇട്ടായിരുന്നു. നിങ്ങൾ നോക്കിയായിരുന്നു ആരെങ്കിലും? അത് ഇന്നലെ രാത്രി കിട്ടിയ ഹീബ്രു ബൈബിളിന്റെ ട്രാൻസ്ലേഷനാണ്. അതിന്റെ 8ാമത്തെ വരി യഥാർത്ഥ ഹീബ്രു ടെക്സ്റ്റ് ഇല്ല, മിസ്സിംഗ് എന്നും പറഞ്ഞാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നു, എങ്ങനെ ഈ 8ാമത്തെ വരി വന്നു നമ്മുടെ മലയാളത്തിൽ, ആരെഴുതി ചേർത്തു? ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പേജസുകൾ ഞാൻ ഈ ഇടയ്ക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചില കൂട്ടി എഴുത്തലുകളും കൂട്ടി കുറച്ചിലുകളും ഒക്കെ നമ്മുടെ തിരുവചനത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ചരിത്രപരമായും രാഷ്ട്രീയപരമായുമുള്ള ഇടപെടലുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും ദൈവം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തോന്ന് വെച്ചുകഴിഞ്ഞാൽ അതെന്താണ്? വീണ്ടെടുപ്പ്, നീതീകരണം, രക്ഷ, ദൈവത്തിന്റെ സുവിശേഷം. ഇതിനെയൊക്കെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച തരത്തിൽ തന്നെ അതിൽ കിടപ്പുണ്ട്. പക്ഷെ ചില വാക്കുകൾ എടുത്തു മാറ്റി.
അത് അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ടാണ്, അന്നത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ പേടിച്ചത് കൊണ്ടാണ് അവരത് ആ വാക്കുകളും ആ ചില സംഭവങ്ങൾ എടുത്തു മാറ്റിയത്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിവിടെ വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ടവ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലഫ് ടവ് ആണ് എന്ന് യേശു കർത്താവ് യോഹന്നാനോട് പറഞ്ഞപ്പോ യോഹന്നാൻ അതിൽ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഈ 22 അക്ഷരങ്ങളും ഞാനാകുന്നു, എന്നെ ഉൾക്കൊണ്ടതാണ് ഈ 22 അക്ഷരങ്ങളും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ, ഞാനാണ് തുടക്കവും ഞാനാണ് ഒടുക്കവും. അപ്പോ തുടക്കം ഏക്, എഖാദ്, ആലഫ്, ആലഫ് എഖാദ്, ഒന്ന് എന്ന് നമ്മൾ പഠിച്ചു, ഏകൻ. ഓക്കെ, ഞാൻ വീണ്ടും നമ്മുടെ സ്ക്രീനിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ടവ് എന്ന് പഠിക്കുന്നു. ടവ് കണ്ടോ? അപ്പോ 400 ട് ത് എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ, ഒരു ശബ്ദം വരും. അടയാളം, അവസാനം എന്നൊരു അർത്ഥമുണ്ട്. എൻഡ് മാർക്ക്, അത് കണക്ക് തന്നെ എൻഡ്, സൈൻ, മാർക്ക് എന്നൊക്കെയുള്ള അർത്ഥം കൂടെ ഉണ്ട്. നിങ്ങൾ ഈ ഏർലി ഹീബ്രു കണ്ടോ? ഒരു ക്രൂശ് ആണ് കാണുന്നത്, കണ്ടോ? ക്രൂശ്, ഒരു ക്രോസ് ആണ് കാണുന്നത്. തീർന്നു, എൻഡ്, എൻഡ് മാർക്ക്. അപ്പോൾ അതിന്റെ അർത്ഥം, പിക്ടോഗ്രാഫിക് മീനിങ് എന്ന് വെച്ചാൽ ക്രോസ്ഡ് സ്റ്റിക്ക് എന്നാണ്. പിന്നെ മാർക്ക്, സൈൻ, സീൽ, കവനന്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. ന്യൂമറിക്കൽ വാല്യൂ 400, 22ാമത്തെ അക്ഷരം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോ Tav, the mark, the covenant seal, the end that completes the beginning. അടയാളം, അതേ കണക്ക് തന്നെ ഉടമ്പടിയുടെ മുദ്ര, തുടക്കങ്ങൾ, അവസാനങ്ങളുടെ ആരംഭം, അവസാനങ്ങളുടെ ആരംഭം. അപ്പോ ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ തുടക്കവും ഒടുക്കവും എല്ലാം ഒന്നിൽ നിന്നും മാത്രമാണ്. അപ്പോ പിക്ടോഗ്രാഫിക് മീനിങ് എന്ന് എഴുതിയിട്ട് മാർക്ക്, സൈൻ, ക്രോസ്, സീൽ എന്നൊക്കെ അർത്ഥമുണ്ട്, അതെഴുതാം. അപ്പൊ പുരാതന എബ്രായ ചിത്രലിപിയിൽ തവ് എന്നുള്ള അക്ഷരത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മാർക്ക് എന്നുള്ള നിലയിൽ, എ സൈൻ, എ ക്രോസ്ഡ് ഷേപ്പ് സിമ്പിൾ, ഒരു ക്രൂശിതമായിട്ടുള്ള അടയാളം. ഇതൊക്കെ ആയിട്ടാണ് നമുക്ക് തൗവിനെ കാണുവാൻ കഴിയുന്നത്. ആ തൗ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചിത്രാക്ഷരം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഓണർഷിപ്പ്, എ കവനന്റ്, ഐഡന്റിഫിക്കേഷൻ, ഡെസ്റ്റിനി മാർക്ഡ് ബൈ ഗോഡ്, കംപ്ലീഷൻ വിത്ത് പർപ്പസ്. നിങ്ങൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഉടമസ്ഥാവകാശം, ഒരു ഉടമ്പടി, തിരിച്ചറിയൽ, ദൈവം അടയാളപ്പെടുത്തിയ വിധി, ഉദ്ദേശത്തോടെയുള്ള ഒരു പൂർത്തീകരണം. ഞാൻ ഇന്നലെ രാത്രി മറ്റൊരു പുസ്തകം കൂടി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുറെ സമയങ്ങൾ കിട്ടും, വേറെ പുറത്തേക്കൊന്നും ഇവിടെ പോയി പാർക്കോ അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സമയവും ഇവിടെ ഇരുന്ന് വായിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വായിച്ച് കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ആദ്യമേ തന്നെ ദൈവം എന്താണ് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ വീണ്ടെടുപ്പ് എന്നൊരു ഭയങ്കരമായ ഒരു പദ്ധതി, ഒരു പ്ലാൻ ഒരുക്കി വെച്ചു. ഈ പ്ലാനിന്റെ പൂർത്തീകരണമാണ്, ആ പൂർത്തീകരണത്തിന്റെ ഭാഗത്തിൽ ഉള്ള കഥാപാത്രങ്ങളാണ് നമ്മളെല്ലാവരും.
നമുക്ക് സത്യം പറഞ്ഞാല് വി ഹാവ് ടു റിജോയ്സ്. നമുക്ക് കർത്താവിൽ സന്തോഷിക്കേണ്ട സമയമാണ്. എങ്ങനെയാണെന്നറിയാമോ? നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നു എന്നുള്ളത്. കാരണം ഇത് പൂർത്തീകരിച്ച് തിരശീല ഇടാൻ പോകുന്നതിന് മുൻപ് നമ്മളും ആ തിരശീലയുടെ ഇപ്പുറത്ത്, അതായത് യേശു കർത്താവിനോട് ചേർന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ഇത് മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പറഞ്ഞിട്ടും നമ്മൾ പോയി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ കേറാൻ സമയമായി, വാ നമുക്ക് ഒരുമിച്ച് പോകാം, ഞങ്ങൾക്ക് രോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, ഞങ്ങളുടെ പട്ടിണിയാണ്, ഞങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു കുടുംബജീവിതം ഞങ്ങൾക്കില്ല, നിങ്ങൾ ആഗ്രഹിച്ച പലതും, നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന പല നന്മകളും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നു പറയാനുണ്ട്, ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ദൈവം ഞങ്ങൾക്കുണ്ട്, വാ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുമ്പോൾ കേൾക്കാത്തൊരു കൂട്ടരുണ്ട്. അവരും നമ്മളും തമ്മിലുള്ള ഒരു വേർതിരിവുണ്ട്. അതിനിപ്പുറത്തെ തരത്തിൽ നമ്മൾ നിൽക്കുവാണ്. എന്തിനാ? ഒരു ചരിത്രം വന്ന് വീഴാൻ പോവുകയാണ്. ആ ചരിത്രത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളുണ്ട്. ഈ ടൗ എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരത്തിന്റെ ചിത്രാക്ഷരം എന്ന് പറയുന്ന ഒരു ക്രോസ് ആണ്. ഒരു ക്രോസ് ആണ് സകലതും പൂർത്തീകരിക്കുന്നത്. ബറഷീത്ത് എന്നുള്ള പദം ഞാൻ ആദ്യം പറഞ്ഞു, ഇടയ്ക്ക് പറഞ്ഞു, ഇപ്പോഴും പറയുവാണ്. ബറഷീത്ത്, ബറഷിത്ത്, ആ അവസാനം, ആ പദത്തിന്റെ അവസാനം തൗ ആണ് പ്രിയപ്പെട്ടവരെ. തവ്, അതായത് പുത്രനെ വീട്ടിൽ നിന്നും ഇറക്കി കൊണ്ടുവന്ന് ക്രൂശിൽ ദൈവത്തിന്റെ സ്വന്തം കരത്തിനാൽ തകർത്ത് നമുക്ക് രക്ഷ തന്നു. ഇതാണ് ആ ബറഷീത്ത് എന്നുള്ള പദത്തിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും അതിൻ്റെ അകത്തുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അവസാനത്തെ അക്ഷരം, 22ാമത്തെ അക്ഷരം തൗ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ തൗ ഉണ്ട്. ആ തൗ എന്ന് പറയുന്നത് എൻഡ് എന്നാണ്. ദ ക്രോസ്. ആ ക്രോസിൽ തൻ്റെ പുത്രനെ തകർത്തു. അത് ലോകം കണ്ടു, ചരിത്രം കണ്ടു, അടയാളപ്പെടുത്തി. അനേകര് ഇന്ന് അത് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും നേരം വായിച്ച അതിൻ്റെ അർത്ഥം. ഉടമസ്ഥ അവകാശം, ഉടമ്പടി, തിരിച്ചറിയൽ, ദൈവം അടയാളപ്പെടുത്തിയ വിധി, ഉദ്ദേശത്തോടുള്ള പൂർത്തീകരണം, ഇതെല്ലാമാണ് അതിൻ്റെ കോർ. തൗ എന്ന് പറഞ്ഞിരിക്കുന്ന ആ അക്ഷരത്തിന്റെ കറക്റ്റ് ആ കോർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ തൗ മാർക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. തൗ, ദ മാർക്ക് ദാറ്റ് സേസ് ദിസ് ബിലോങ് ടു മീ. അപ്പോൾ ഈ തൗ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് എന്റേതാണ്. അത് നിങ്ങൾക്കും പ്രാവചനികമായിട്ട് നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ നിങ്ങൾക്കും കൂടി അഡീഷണൽ അവിടെ എഴുതാം. നിങ്ങൾ ആ നോട്ട്സിന്റെ അവിടെ എഴുതാം. ഞാൻ അടുത്തത് നമുക്ക് പോകാം. മാത്തമാറ്റിക്കൽ വാല്യൂ 400. അപ്പോൾ നമ്മൾ 1 മുതലേ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ പറയുന്നു കംപ്ലീഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയും ഞാൻ കംപ്ലീഷൻ എന്നൊരർത്ഥവും കൂടി അതിനുണ്ട്. ഫൈനൽറ്റി എന്നൊരർത്ഥമുണ്ട്, ഫുൾനെസ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ 400, the tau 400, the highest value in Hebrew alphabet. Biblically, meaning of 400 is fullness of time, completion of a process, transition after testing, a generational fulfillment. വാഗ്ദത്ത പൂർണ്ണമായിട്ടുള്ള പൂർത്തീകരണം. ഒരു എന്താണ്, പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ട്രാൻസിഷൻ, പൂർത്തീകരണത്തിന്റെ ഒരു പ്രോസസ്. ഫുൾനെസ് ഓഫ് ടൈം, സമയത്തിന്റെ പൂർണ്ണത. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കൂടുതൽ അർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. സമയത്തിന്റെ പൂർണ്ണത, ഒരു പ്രക്രിയയുടെ പൂർത്തീകരണം, പരീക്ഷണത്തിന് ശേഷമുള്ള പരിവർത്തനം.
തലമുറകളുടെ പൂർത്തീകരണം. ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് 400 വർഷക്കാലം ഇസ്രായേൽ ജനം എന്തായിരുന്നു? ഒരു അടിമത്തത്തിലായിരുന്നു, അല്ലെ? അവിടുന്ന് ദൈവം ആ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ചു. എപ്പോ വിടുവിച്ചു? എപ്പോഴാ അവരെ വിടുവിച്ചേ? സമയത്തിന്റെ ഒരു പൂർണ്ണതയില്, അല്ലെ? ഒരു പ്രക്രിയ, അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ. എവിടെ കംപ്ലീറ്റ് ചെയ്തു? ഈ മിസ്രൈമിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫുൾനെസ് ഓഫ് ടൈമിന്റെ പ്രോസസ്സ് എന്തായിരുന്നു? ദൈവമായ പിതാവ് യാഹ്വേ എന്താണ് ഏതാണ് എന്ന് അറിയാൻ വേണ്ടുന്ന ഒരു ബോധം ആ ജനത്തിനും ദൈവമക്കൾക്കും കൊടുത്തതിന് ശേഷമാണ് ദൈവം അവരെ ഇറക്കിയത്. പരീക്ഷണത്തിന് ശേഷമുള്ള ഒരു പരിവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു തലമുറകളുടെ പൂർത്തീകരണത്തെക്കുറിച്ചും നമുക്ക് ഈ സംഭവവുമായിട്ട് ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു അർത്ഥം എന്ന് പറയുന്നത്, വേറൊരു ബിബ്ലിക്കൽ എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ജെനസിസ് 33, ജെനസിസ് ചാപ്റ്റർ 33 വേഴ്സ് 1. എസാവുവിന്റെ 400 മനുഷ്യന്മാരെ, അവിടെ ഫുൾനെസ് ഓഫ് കൺഫ്രണ്ടേഷൻ. അപ്പോ 400 നത്തിങ് ലെഫ്റ്റ് അൺഫിനിഷ്ഡ് എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അതായത് ഈ 400 എന്ന് പറയുന്നത് പൂർത്തിയാക്കാത്തതായി ഒന്നുമില്ല, സകലതും പൂർത്തിയാക്കി എന്നൊരു അർത്ഥമാണ് നമുക്കവിടെ കാണുവാൻ. അപ്പോ പ്രോഫറ്റിക് ലെയർ മാർക്ഡ് ഫോർ പ്രിസർവേഷൻ ആൻഡ് ഫുൾഫിൽമെന്റ്. അതായത് ഒരു പ്രിസർവേഷന് വേണ്ടിയിട്ട്, ഒരു ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട്, ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്നൊരർത്ഥവും കൂടി ഉണ്ട്. അപ്പോ ദൈവം prophetically Tav declares God mark his own. Judgment passes over the marked. Covenant identity protect in crisis. Destiny reaches completion. Promises reach the appointed end എന്നൊരു അർത്ഥം കൂടിയാണ്. അപ്പോ അതിൻ്റെ പ്രോഫറ്റിക് ആയിട്ടുള്ള ബിബ്ലിക്കൽ എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാം. ദൈവം തൻ്റെതായ ഒരു അടയാളം നൽകിയിട്ടുണ്ട്. വിധി അടയാളപ്പെടുത്തിയവയുടെ മേൽ കടന്നു പോകുന്നു. ഉടമ്പടിയുടെ സത്വം പ്രതിസന്ധികളിൽ സംരക്ഷിക്കപ്പെടുന്നു. വിധി പൂർത്തീകരണത്തിലെത്തുന്നു. വാഗ്ദാനങ്ങൾ അവയുടെ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളും കൂടെ ഞാൻ പറഞ്ഞു തരാം. എസെക്കിയേൽ 9:4 അതിനകത്ത് പറയുന്നു, കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു അടയാളത്തെക്കുറിച്ച്, അല്ലേ? ആർക്കെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാമോ? എസെക്കിയേൽ 9:4. മലയാളത്തിൽ അവിടെ അടയാളം എന്നുള്ളൊരു പദമുണ്ട്. അത് എബ്രായ ഭാഷയിൽ ടവ് എന്നുള്ള അക്ഷരമാണ്, അല്ലെങ്കിൽ അവിടെയാണ് ടവ് എന്ന് എഴുതിയിട്ടുണ്ട്. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരായ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്നു കൽപ്പിച്ചു. അടയാളം ഇടുക, കണ്ടോ? അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ യേശു കർത്താവിന്റെ ആ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ അതിനെ ചിന്തിച്ച് വ്യാഖ്യാനിക്കാൻ. അപ്പോ ടൗ ഇസ് എ പ്രോഫറ്റിക് അനൗൺസ്മെന്റ്
Judgment knows who belong to God. ന്യായവിധിക്കറിയാം ആരാണ് ദൈവത്തിന്റെ പക്കൽ കൂടി നിൽക്കുന്നത്. അതിന്റെ സ്പിരിച്വൽ മീനിങ് നമുക്ക് പോകാം. കവനന്റ് ഐഡന്റിറ്റി ആൻഡ് ഡിവൈൻ ഓണർഷിപ്പ്. അപ്പോ സ്പിരിച്വലി ടവ് represents covenant sealing, divine identity, faithfulness to end, preservance, being known by God, eternal belonging. അപ്പോ തൗവിന്റെ ആ ഒരു ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത് ദൈവം തൻ്റെതായ ഒരു അടയാളം നൽകി ആ വിധി അടയാളപ്പെടുത്തിയവിടെ മേൽ കടന്നു പോകുന്നു. ഇത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എവിടെയാണ് വിധി അടയാളപ്പെടുത്തിയവിടെ മേൽ കടന്നു പോകുന്നു? നമുക്കത് കൃത്യമായിട്ട് കാണുവാൻ കഴിയുന്ന സന്ദർഭം എന്ന് പറയുന്നത് മിസ്രൈമിൽ അത് കടന്നു പോകുന്നു. മരണദൂതൻ കടന്നു പോകുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ പാളയത്തിലെ ആർക്കും ഒരു കുഴപ്പവും വരുന്നില്ല. ഉടമ്പടിയുടെ സത്വം പ്രതിസന്ധിയിൽ സംരക്ഷിക്കുന്നു. കാരണം സകല കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറഞ്ഞു. മോശയുടെ കാലത്തും പറഞ്ഞു, യേശു കർത്താവിന്റെ കാലത്തും കൊല്ലാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഉടമ്പടിയിൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തത്തെ ദൈവം സംരക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ വിധി പൂർത്തീകരണത്തിലെത്തുന്നു. ദൈവം ഒരു വിധി ഉറപ്പിച്ച ഒരു ഡെസ്റ്റിനി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെസ്റ്റിനിയിലേക്കാണ് സകലതും വന്നെത്തുന്നത്. വാഗ്ദത്തങ്ങൾ അവയുടെ നിശ്ചിത ലക്ഷ്യത്തിലെത്തുന്നു. അപ്പോ ടവ് ടീച്ചസ് God doesn't just begin your story, he finished it. അപ്പോ ടവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കഥ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ എന്താണ് തുടങ്ങുക മാത്രമല്ല, അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവം തന്നെയാണ്. നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ അത് സമർപ്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്, ഞാൻ തന്നെയാണ് ആലഫ്, ഞാൻ തന്നെയാണ് തവ്. അതേപോലെ തന്നെ തവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എബ്രായ പദങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. തോറ, യമത്ത്, ഓട്ട്, ബെറീത്ത്, ഷബാത്ത് പോലെയുള്ള പദങ്ങൾ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് റെഫറൻസ് തരാം ഞാൻ. യോഹന്നാൻ 9:19-30, ജോൺ 19:30, എഫേഷ്യൻസ് 1:13, റെവലേഷൻ 1:8, റെവലേഷൻ ചാപ്റ്റർ 7. ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം തൗ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്, ദൈവം ആരംഭിച്ചു. ദൈവത്തിന്റെ ഫോമിൽ നിന്നും തൗവിലേക്ക് വരുമ്പോൾ ദൈവം എല്ലാ തൗ കംപ്ലീറ്റ്സ് എവറിത്തിങ്. അപ്പോ ക്രിയേഷൻ ടു കവനന്റ്, പ്രോമിസ് ടു ഫുൾഫിൽമെന്റ്, ക്രോസ് ടു ഗ്ലോറി. ഇതാണ് തൗ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അർത്ഥങ്ങൾ. അപ്പം ഏകദേശം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം എല്ലാം നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. മിനിറ്റ്